തോറ്റ സർക്കാരായി മോദി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാർലമെന്റിനുള്ളിൽ സർക്കാരിനെ വിചാരണ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രതിപക്ഷം. പൊതുപരീക്ഷാ ബിൽ ചുളുവിൽ അവതരിപ്പിച്ച് പാസാക്കി പോകാമെന്ന് കരുതിയ സർക്കാരിന് തെറ്റി. നാളെ 6 മണിക്കൂർ ചർച്ചയാവാമെന്ന് സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. നീറ്റ് പരീക്ഷ തന്നെ 3 തവണ ചോർന്നു. ഈ സർക്കാരിന്റെ കാലത്ത് മറ്റ് എത്ര പരീക്ഷാ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്? ജനം തോൽപ്പിച്ച സർക്കാരിനെ പാർലമെന്റിൽ പ്രതിപക്ഷം തുറന്നു കാട്ടട്ടെ. സർക്കാരിനോട് ഒട്ടിനിന്നത് പേളിയായാലും മോഹൻദാസ് ആയാലും ജനം അവരെയൊക്കെ നിരാകരിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയും SFIയും മറ്റ് ഇടതു വിദ്യാർത്ഥി സംഘടനകളും നടത്തിയ ഐതിഹാസിക സമരം മോദി സർക്കാരിനുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. നൽകിയ ഉറപ്പുകൾ പാലിക്കാനുള്ളതാണ്. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. FIRകൾ ഇപ്പോഴുമുണ്ട്. കൊടിയമർദ്ദനത്തിൻ്റെയും പെലറ്റ് ഗൺ പ്രയോഗിച്ചതിൻ്റെയും ഒക്കെ രാജ്യമാകെയുള്ള കണക്ക് എടുക്കുകയാണ് CJP. പോരാട്ടത്തിൻ്റെ അടുത്ത ഘട്ടം താങ്ങാനാവുമോ മോദി സർക്കാരിന്? വരുന്നുണ്ട് E20 ജനതാ പാർട്ടി, അതായത് വടി വെട്ടിയിട്ടേ ഉള്ളൂ എന്ന് ചുരുക്കം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഡോക്ടർ PK ഗോപൻ, CPIM, ജോർജ് ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം TJ ശ്രീലാലും, മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ ഗോപനിലേക്ക്. ശ്രീ ഗോപൻ, ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതികരണങ്ങളിൽ വരുന്ന സംഘ്പരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ, അനുഭാവികൾ, ആ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുള്ള അവരുടെ ഒരു പ്രതികരണത്തിൽ കാണുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിലൊരു ആശ്വാസം കൊള്ളൽ പൊതുവെ സംഭവിക്കുന്നുണ്ട്. വന്ന വഴിയെ തീർന്നു പോയിക്കൊള്ളും എന്ന് കരുതുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഒരു അലയൊലി ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ BJP MPമാർ സ്വീകരിക്കുകയാണ്. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാല അവരുടെ ഔദ്യോഗിക പേജിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ മികവുകളെ വാഴ്ത്തുന്നു. ഇയാൾ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് 3 തവണ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത്. എത്ര പരീക്ഷകൾ ഈ സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ ആ മികവുകൾ ഇങ്ങനെ വാഴ്ത്തുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ സംഘ്പരിവാർ ഇതെല്ലാം അനുകൂലികളും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ വിശ്വസിച്ച് ഇത് ഈ വഴിക്ക് അങ്ങ് തീർന്നു പോയിക്കൊള്ളും എന്നാണ് അവർ ആശ്വസിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം അതിലുമില്ലേ? അവർ ചിന്തിക്കുന്നതിലും ചില കാര്യങ്ങളില്ലേ? കാരണം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കൊണ്ട് തീരുന്ന പ്രശ്നമേ അല്ല ഇത്. രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സത്യസന്ധതയും സുതാര്യതയും എല്ലാം വീണ്ടെടുക്കേണ്ടതായിട്ടുള്ള ഒരു മന്ത്രിയുടെ രാജിയിൽ മാത്രം തീരുന്നതല്ലല്ലോ പ്രശ്നം. അതെ ശ്രീ ശരത്തെ, നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ പുരോഗമനവാദികളും ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഒക്കെ സ്വയം ചെവിക്ക് നുള്ളിക്കൊണ്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, BJP ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഹിന്ദു തീവ്രവാദം ഇല്ലാതാവില്ല. BJP ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടാൽ അവരുടെ ഫാസിസ്റ്റ് സ്വഭാവം ഇല്ലാതാവില്ല. അത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലും സമരത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് ഈ സംഘപരിവാർ സംഘടനകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ വക്താക്കള്, അവരുടെ വാഗ്ധോരണികൾ മുഴക്കുന്നവര് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം പ്രയോഗങ്ങളിലെല്ലാം തന്നെ ഈ സമരത്തിന് ആധാരമായ പ്രശ്നത്തെ വികലപ്പെടുത്തുക, സമരത്തിന് ഇറങ്ങിയവരുടെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുക, അവരുടെ അന്തസ്സ് നശിപ്പിക്കത്തക്ക വർത്തമാനം പറയുക, ഇതൊക്കെ ഉണ്ടായിന്ന് കാണണം. ഇപ്പൊ ഉദാഹരണത്തിന്, സംഘപരിവാറുകാർക്ക് തർക്കമുള്ള ഒരാളല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറായ നടൻ. ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൾ ഒരു കമന്റ് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ ആക്രമിച്ച ആക്രമണം, അത് പറയാവുന്ന ഭാഷയിൽ മോശമായിട്ട് പറഞ്ഞത് കൂടാതെ മോഹൻലാലിന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ ഉപയോഗിച്ച് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു മുൻ പട്ടാളക്കാരൻ, അദ്ദേഹം ആ പെൺകുട്ടിയെ ആക്ഷേപിക്കാവുന്നതിന്റെ ഉപയോഗിച്ച വാക്കുകൾ TG മോഹൻദാസിന്റെ വാക്കുകളായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചു. ഈ മത തീവ്രവാദ സ്വഭാവമുള്ള എല്ലാവരും ലോകത്ത് സ്ത്രീവിരുദ്ധരായിരിക്കും. അവര് സ്ത്രീവിരുദ്ധരെന്ന് പറഞ്ഞാൽ അവർക്ക് സ്ത്രീയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ആനുകൂല്യം ഉപയോഗിക്കുന്നവരല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. സ്ത്രീവിരുദ്ധരെന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു ടൂൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരെയാണ് നമ്മൾ സ്ത്രീവിരുദ്ധരെന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീ വംശത്തോട് മറ്റു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളവരല്ല. അത് അവർ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷേ സ്ത്രീകളുടെ അന്തസ്സ് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ്. സ്ത്രീക്ക് ഒരു ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നവരാണ്. പുരുഷനാണ് ലോകം എന്ന് തീരുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥ ഉദ്ധരിച്ചുകൊണ്ട്
അവിടെ ഡൽഹിയിൽ ഇറങ്ങിയ സ്ത്രീകളെല്ലാം എന്നെ ബലാത്സംഗം ചെയ്യൂ, എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറയുന്നവരാണെന്ന് പറയുന്നിടത്തേക്ക് RSSന്റെ പ്രചാരകരെത്തുന്നു. ഇത് കേവലമായ ഒരു RSS പ്രവർത്തകനല്ല, അവരുടെ സൈദ്ധാന്തിക തലത്തിലും ബൗദ്ധിക മണ്ഡലത്തിലും വിരാജിക്കുന്ന, അവർക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ നടത്തുന്ന, പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലും വളരെ ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന, സാമൂഹിക വിശകലന ബോധ ജാഗ്രതയുള്ള ഒരാളിൽ നിന്നുണ്ടായപ്പോഴാണ് നമ്മൾ കൂടുതൽ ഞെട്ടിപ്പോയത്. അല്ലാതൊരു പണ്ട് പറഞ്ഞതുപോലെ ശാഖയിൽ പോകുന്ന ഒരു സാധാരണ RSSകാരന്റെ കീർത്തനമല്ല നമ്മൾ കേട്ടത്. മറിച്ച് ഇങ്ങനെ ഒരാളെന്ന് പറയുമ്പോൾ 3 ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇന്ത്യ രാജ്യത്ത് BJP ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ നോക്കിയാൽ ഒരുപാട് ഇടത്തരം ഫാമിലികളിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഈ സംഘപരിവാറുകൾ ഇങ്ങനെയുള്ള കുറച്ച് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്തുള്ളവരെ കുറിച്ച് CJP ആയാലും ഇടതുപക്ഷമായാലും ജനാധിപത്യ കക്ഷികളായാലും അതിരിക്കട്ടെ, അത് പറഞ്ഞത് മാത്രമല്ല, BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതകളില്ലേ, അവര് പൊതുരംഗത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഇയാളുടെ മനസ്സിരിക്കുന്ന ഇത് തന്നെയല്ലേ? അവരും ഇങ്ങനെ എന്നെ ബലാത്സംഗം ചെയ്യൂ, എന്നെ ബലാത്സംഗം ചെയ്യൂ, ഐ ആം റെഡി ടു വെയിറ്റ് എന്ന രൂപത്തിൽ ഇരിക്കുകയാണ് എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പൊ സ്ത്രീ സമൂഹം പൊതുരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റു ചില ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. ഇളം പ്രായക്കാരായ പെൺകുട്ടികൾ, അവരുടെ രക്ഷകർത്താക്കൾ ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്, വളരെ സാധാരണ മനുഷ്യരുണ്ട്, നോർത്ത് ഇന്ത്യയിലെ കൃഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, പട്ടിണി പാവങ്ങളുണ്ട്. അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഡൽഹിയിൽ പഠിക്കുന്നവരും മറ്റ് ഡൽഹിക്ക് പ്രാന്തപ്രദേശങ്ങളിൽ പഠിക്കാൻ ചെല്ലുന്നവരുമായ ധാരാളം പെൺകുട്ടികൾ ഈ ഒരു ആവശ്യം, 23 ജീവൻ ഒടുക്കപ്പെട്ട ഒരു സംഭവത്തിൽ മനംനൊന്ത്, അതായത് ഡൽഹിയിലേക്ക് ഈ നീറ്റ് പരീക്ഷ എഴുതാൻ വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, കേരളത്തിലുള്ള ഇടത്തരക്കാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 സർക്കാർ ജീവനക്കാരുടെ മക്കളായിരിക്കും, ചിലപ്പോൾ സാമാന്യ ഒരു കച്ചവടക്കാരന്റെയോ കച്ചവടക്കാരിയുടെയോ മകളായിരിക്കും, അല്ലെങ്കിൽ ഒരു അല്പ സാമ്പത്തിക ശേഷിയുള്ള മറ്റൊരു വീട്ടിലായിരിക്കും മിക്കവാറും ഉള്ള നീറ്റ് പരീക്ഷ എഴുതുന്നവർ. വളരെ കൂലിത്തൊഴിലാളികളുടെ മക്കളും വളരെ കുറച്ച് പേര് നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ടാവും. ഞാൻ ഇന്നലെ ഒരു കുട്ടിയെ ആദരിച്ചു. നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ ഞാൻ ഇന്നലെ ആദരിച്ചു. അതിന്റെ രക്ഷകർത്താക്കൾക്ക് അത്യാവശ്യം സർക്കാർ ജോലിയുണ്ട്, അത് ഒരാൾക്കെങ്കിലും സർക്കാർ ജോലിയുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ ഈ പശുവിനെ വിറ്റ് ഭൂമി പണയം വെച്ച് തന്റെ മകളെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ച് അവരെ കൊണ്ട് നീറ്റ് പരീക്ഷ എഴുതിച്ച് ആ കുട്ടികൾ വളരുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന 23 കുടുംബങ്ങൾ തകർന്നപ്പോ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ നമുക്ക് വേണേൽ പറയാം, ഒരു 19, 18, 20, 22 വയസ്സൊക്കെയുള്ള കുട്ടികളായിട്ടുള്ള ആളുകൾ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സൂയിസൈഡ് ചെയ്തത് എന്തിനാ എന്നൊരു ചോദ്യം അവരിൽ ഉണ്ടാവുകയും അവർ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ച് അവരുടെ സ്വകാര്യ കാമനകൾ തീർക്കുക മാത്രമല്ല നാടിന്റെ പൊതുവായ ആവശ്യത്തിലേക്ക് അവർ എത്തണമെന്ന് തോന്നലുണ്ടാവുകയും ഈ പാർട്ടി പൊളിറ്റിക്സ് മാത്രമല്ല രാഷ്ട്രീയം എന്നുള്ളതും പാർട്ടി പൊളിറ്റിക്സിനപ്പുറത്തേക്ക് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ എടുത്തുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്ത് ലോകത്ത് അങ്ങനെ ചില മൂവ്മെന്റുകൾ ശക്തിപ്പെടുമെന്നും അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അടി തകർന്ന് ഉലഞ്ഞുപോയ ഒരു പ്രത്യയശാസ്ത്ര വക്താക്കൾ അവരുടെ പ്രതികരണങ്ങളാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപൻ, ആ പറഞ്ഞതിൽ കേരള രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവ സമൂഹത്തിൻ്റെയും ഇടയിലുണ്ടായിട്ടുള്ള ഈ മൂവ്മെൻറ്റ് അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ്, അതൊരു കക്ഷി രാഷ്ട്രീയ മൂവ്മെൻറ്റ് എന്നതിനൊക്കെ അപ്പുറം അവരുടെ ഒരു വലിയ രാജ്യത്തെ ഇടതു പാർട്ടികളുടെ, ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ, SFIയുടെ നേതൃത്വത്തിൽ, CPMൻ്റെ നേതൃത്വത്തിൽ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. വലിയ തോതിൽ ആ സമരം തകർക്കാൻ കാത്തുനിന്ന ദില്ലി പോലീസിൽ നിന്ന് അവരെ ഒരു കുടയ്ക്ക് കീഴിൽ പിടിച്ചു നിർത്തും പോലെ ചേർത്ത് പിടിച്ചു നിർത്തിയ നിരവധി അനുഭവങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് ഈ 35 ദിവസത്തിനിടയിൽ. SFI അതിനു മുമ്പ് തന്നെ സമരരംഗത്തേക്ക് വന്നതാണ് ഈ വിഷയത്തിൽ. ഞാൻ പറഞ്ഞു വന്നതല്ല, കേരളത്തിലേക്ക് വന്ന് നമുക്ക് പ്രളയകാലത്ത്, കോവിഡ് കാലത്ത് ഒക്കെ സന്നദ്ധ പ്രവർത്തന രംഗത്തേക്കുള്ള യുവത്വത്തിൻ്റെ ഒരു വലിയ താല്പര്യത്തോടെയുള്ള വരവ് വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതാണ്, ശ്ലാഘിച്ചതാണ്. അതിൻ്റെ മറ്റൊരു മൂവ്മെൻറ്റാണ്, അതിൻ്റെ തുടർച്ചയിൽ കണ്ട മറ്റൊരു വലിയ മൂവ്മെൻറ്റാണ്, ലോകമാകെ കണ്ട ആ മൂവ്മെൻറ്റിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് നമ്മളിവിടെ കണ്ടത്. നേരത്തെ മോഹൻദാസിൻ്റെ കാര്യം, എൻ്റെ ചോദ്യം അതാണ്. മോഹൻദാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ TG മോഹൻദാസിൻ്റെ കാര്യത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. പക്ഷേ കേരളീയ സമൂഹം എത്ര ലാഘവത്തോടു കൂടിയാണ് വളരെ സ്വാഭാവികമായി ആ പ്രതികരണത്തെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടും നിസ്സംഗമായി പോകുന്ന ഒരു നില സ്വീകരിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിൽ സർക്കാർ സ്വാഭാവികമായി സ്വമേധയാ നീങ്ങേണ്ടതായിരുന്നോ?
ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി വന്നു, പിന്നീട് ASFിൻ്റെയോ മറ്റോ ഭാഗത്തു നിന്നോ AYFിൻ്റെയോ ഭാഗത്തു നിന്ന് പരാതി വന്നു. അതേ തുടർന്നൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ അന്യമത വിദ്വേഷം, അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, ഇത്തരം സമരങ്ങളെ അങ്ങേയറ്റം ഇകഴ്ത്തുന്ന രീതി, ഇതൊക്കെ ഇതിനെതിരായി ഒരു ജനാധിപത്യ സർക്കാർ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ മുന്നിൽ നിന്ന് തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. ശ്രീ ശരത്ത്, എതിരാളികളെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ നിരായുധമാക്കാൻ ആയുധം മാത്രമല്ല ഉപയോഗിക്കുന്നത്, അവരുടെ അന്തസ്സിനെ തകർത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അക്കാലത്തെ കാഴ്ചപ്പാട് ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ അന്തസ്സിനെ നിരക്കുന്നതല്ല. ഇന്നത് പറയാൻ പറ്റില്ല, അക്കാലത്തെ സാമൂഹ്യ സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ശിഖണ്ഡി മുന്നിൽ നിന്നൊരു യുദ്ധം നടത്തിയാൽ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് അർജുനന് പറയാൻ കഴിയും. ഇതുപോലെ ഓരോ ഘട്ടത്തിൽ എതിരാളികളുടെ മാനസിക അവസ്ഥയെ ഇല്ലാതാക്കാൻ കൂടി പരിശ്രമിക്കും. അല്ലാതെ ഡൽഹിയിലെ ആണിതറച്ച പട്ടിക മാത്രമല്ല ഇവരതിന് ഉപയോഗിച്ചത്. മറിച്ച് കുടുംബങ്ങളിൽ നിന്ന് പുറത്തു പോകുന്ന കൊച്ചു പെൺകുട്ടികൾ ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ചൈനീസ് ചാരന്മാരെന്ന് ആക്ഷേപിക്കുകയോ പാകിസ്ഥാനികളെന്ന് ആക്ഷേപിക്കുകയോ അമേരിക്കൻ പണം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് ആക്ഷേപിക്കുകയോ എന്നതിനേക്കാൾ ഒരു ഡിഗ്രി കൂടുതലാണ്. കാരണം ഇവരുടെ നാവിന് പഴയ ആള് പറയുന്ന പോലെ എല്ലുള്ളവരല്ല. എന്തും വിളിച്ചു പറയാം, എന്തു തോന്നിവാസവും പറയാം, ആരെക്കുറിച്ചും എന്തും പറയാം, എന്താക്ഷേപവും പറയാം. മനസ്സിരിക്കുന്നത് ആധുനിക സയൻസ് അല്ല, മനസ്സിരിക്കുന്നത് ആധുനിക ജനാധിപത്യ ബോധമല്ല. കൊണ്ടു നടക്കുന്നത് വളരെ പ്രാകൃതമായ സ്ത്രീ പുരുഷ ബന്ധമാണ്, കൊണ്ടു നടക്കുന്നത് വളരെ പ്രാകൃതമായ രാഷ്ട്രീയമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് തരത്തിലും ഇതിനെ നേരിടാൻ അവർ പരിശ്രമിക്കും എന്നുള്ളതാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും അവരുടെ മറ്റ് കക്ഷിക്കാരും എല്ലാം കൂടെ ഇറങ്ങി ഇതിൽ പരിശ്രമിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് ഒരു TG മോഹൻദാസ് മാത്രമല്ല, മറ്റു പലരും ഇതിന്റെ പിറകിലുണ്ടെന്നുള്ളതാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, ഈ അത്തരം പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ലാത്ത ചില ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോ അവരെ ഡീമോറലൈസ് ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം എത്രമാത്രം അധപ്പതിച്ചാണെന്ന് തോന്നുന്നു. ഇനി അങ്ങ് പറഞ്ഞതിന്റെ ഒരു പൊളിറ്റിക്സ് കൂടെ പറയണം. അത് അങ്ങ് എടുത്തിട്ടതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറയാമെന്ന് വിചാരിച്ചത്. അത് പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, ഇത് അരാഷ്ട്രീയ സമരമായിട്ട് ആരും എടുക്കരുത്. അത് ഈ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമരം നടന്നില്ലെങ്കിൽ അത് അരാഷ്ട്രീയമായിട്ട് എടുക്കരുത്. ഇവിടെ CJP ഈ സമരത്തിലേക്ക് അഭിജിത്ത് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇമെയിൽ ചെയ്തു ചില വിദ്യാർത്ഥി സംഘടനകൾക്കും യുവജന സംഘടനകൾക്കും ഈ സമരത്തെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ ഇമെയിൽ കൈപ്പറ്റി പ്രതികരിച്ചത് 3 സംഘടനകളെ ഉള്ളൂ: SFI, ISA, AISF. ബാക്കി യൂത്ത് കോൺഗ്രസിനും കത്ത് കൊടുത്തു, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾക്കും കത്ത് കൊടുത്തു. അത് BJPയുടെ ഒരു B ടീമായിട്ട് വന്നിരിക്കുകയാണെന്നുള്ള മൂർത്തമായ സാഹചര്യത്തെ വിലയിരുത്താനുള്ള ശേഷിയില്ലാത്ത ഇന്ത്യയിലെ മുന്തിയ രാഷ്ട്രീയ പാർട്ടികൾ അതിന് സമാനം പറയേണ്ടതാണ്. അതുകൊണ്ട് ഇത് കേവലമായ അരാഷ്ട്രീയ സമരമല്ല. അതിൽ നിന്നാണ് CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവായിട്ടിരുന്ന ആളാണ്. ബൃന്ദ കരാട്ട് ഡൽഹിയിലെ ഏറ്റവും വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏത് പ്രശ്നത്തിലും തന്റെ പിന്നിൽ 1000 ഉണ്ടോ 2000 ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല, ബുൾഡോസറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം കാണിച്ചത്. അതിന്റെയൊക്കെ ഒരു അനുരണനമാണ് അവിടെ ഒരു പെൺകുട്ടി ഒരു വാഹനത്തിന്റെ മുമ്പിൽ കൈവച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞത്. അത്തരം അനുരണനങ്ങളാണ് നമ്മുടെയൊക്കെ പൂർവ്വസൂരികൾ സംഭാവന ചെയ്ത ഒരു കരുത്ത് ആ കുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കേവലം അരാഷ്ട്രീയ സമരമല്ല. ഇവിടെ മലയാള മനോരമ തിരസ്കരിച്ചാലും, മാധ്യമ ലോകം ആകെ തിരസ്കരിച്ചാലും, മാതൃഭൂമി തിരസ്കരിച്ചാലും വളരെ കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ധാർമ്മികമായും അതുപോലെ ഭൗതികമായും ഇതിന് പിന്തുണ കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഈ പാറ്റ CJPയുടെ ആളുകൾക്ക് മനസ്സിലാവുകയും അവര് വളരെ മര്യാദയോടുകൂടി ഇവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ശരിയാണ്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഓർത്തതാണ്, ഈ ഐതിഹാസിക സമര വിജയത്തിൻ്റെ പിറ്റേ ദിവസം മലയാള മനോരമയുടെ 1-ാം പേജിൻ്റെ ഒപ്പം 2-ാം പേജിലാണെന്ന് തോന്നുന്നു സമരത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്ന വിദ്യാർത്ഥി നേതാക്കളുടെയൊക്കെ ചിത്രവും അവരുടെ പാർട്ടിയും വിദ്യാർത്ഥി സംഘടനയുടെ പേരും ഒക്കെ കൊടുത്തപ്പോൾ അതിനകത്ത് SFI ഉണ്ടായിരുന്നില്ല, ISA ഉണ്ടായിരുന്നു. പക്ഷേ SFIയെ വിട്ടുപോയതാകും മലയാള മനോരമ എന്ന് കരുതാനും ഇടയില്ല എന്നതുകൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക്, ശ്രീലാലും നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ജോർജ് ജോസഫ്, ഇതിൻ്റെ ഒരു കൃത്യമായ മെസ്സേജുണ്ട്. അത് ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളും അവിടേക്കെത്തിയ യുവജന സമൂഹവും മാത്രമല്ല, ഓരോ വീടും സമര
മുഖമായി മാറുകയായിരുന്നു. വീടിനുള്ളിൽ ഇരിക്കുന്നവരൊക്കെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും പുരുഷന്മാരും എല്ലാവരും അങ്ങനെ വളരെ ശക്തമായി സർക്കാരിനെതിരെ തിരിയുന്ന ഒരു ഇന്ത്യൻ പതിപ്പാണ്. അതിൻ്റെ ഒരു വലിയ കാഴ്ചയായിരുന്നു, സമര കേന്ദ്രമായിരുന്നു, സമരമുഖമായിരുന്നു ദില്ലി ജന്തർ മന്ദർ. അത് രാജ്യമാകെ പടർന്നു. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ, എൻ്റെ ഒരു ചോദ്യം അതാണ്, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സമരത്തിന് ശേഷം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതെന്ന് കൂടുതലും സർക്കാരിൻ്റെ നടപടികൾ വിലയിരുത്തിക്കൊണ്ടാവുമല്ലോ. ആ നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് സംഘ് പരിവാറിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും അധികം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന RSS അതിൻ്റെ മുഖവാരിക തന്നെ, ഓർഗനൈസർ തന്നെ പറഞ്ഞിട്ടുള്ളത് പിസയും ബർഗറും കഴിക്കാനെത്തിയവരാണ് സമരക്കാർ. അതുപോലെ തന്നെ SFIയും ഐസയും ദുഷ്ടലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സമരവേദി ഉപയോഗിച്ചു. അടുത്ത പോയിന്റ് ശ്രദ്ധേയമാണ്. സമരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നും എഴുതുന്നു. അത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നീട് അങ്ങോട്ട് MA ബേബിയെയും അതുപോലെ SFI അഖിലേന്ത്യാ പ്രസിഡന്റിനെയും ഒക്കെ അങ്ങേയറ്റം ആക്ഷേപിക്കും വിധത്തിലേക്ക് പല കാര്യങ്ങളും പറയാനും ഒക്കെയുള്ള അവരുടെ പതിവ് ദേശദ്രോഹ ക്യാമ്പയിനിലേക്ക്, ആ ടാഗ് ലൈനിലേക്ക് എത്തിക്കാൻ, ദേശവിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടതുപക്ഷത്തെ അതിലൂടെ അതാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ഇത് കാണുമ്പോൾ ജോർജ് ജോസഫ്, മോദി സർക്കാർ ജനവികാരത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു, ശ്രമിക്കുന്നു എന്ന് കരുതുക വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഓർഗനൈസറിൻ്റെയൊക്കെ ഒരു ഭാഷയും രീതിയും കാണുമ്പോൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശരത്തെ, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, BJP RSS അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്നത് അടിമുടി ഫാസിസ്റ്റ് രൂപം കൈക്കൊണ്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയമായ പ്രായോഗികവൽക്കരണത്തിൻ്റെയും രൂപമാണ് BJPയും സംഘപരിവാറും RSS എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും അവരുടെ പരാജയം സമ്മതിച്ചു തരില്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ, ചരിത്രത്തിലേറ്റ ഏറ്റവും കനത്ത അടിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ ഉണ്ടായതെങ്കിലും അതിന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അത് സമ്മതിക്കാനോ അത് ഉൾക്കൊള്ളാനോ ഒരു വിധത്തിലും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഉള്ളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഒരിക്കലും ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു, തങ്ങൾ പിന്നോട്ട് പോവുകയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് വരുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ BJP എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കൂടുതൽ ശക്തിയോടെ തന്നെ വീണ്ടും വരും. അവർ കൂടുതൽ ആഞ്ഞടിച്ചുകൊണ്ട് ജനവിരുദ്ധമായ സമീപനങ്ങളിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഓർഗനൈസറിൽ വന്ന ശരത്ത് ചൂണ്ടിക്കാണിച്ച ലേഖനത്തിൻ്റെയും അതിനുശേഷം വന്ന നേരത്തെ സൂചിപ്പിച്ച പല പ്രതികരണങ്ങളുടെയൊക്കെ അടിസ്ഥാനമായി വർത്തിക്കുന്നത്. അതിനവരെ ഒന്ന് പ്രധാനമായിട്ടും ഈ ഫാസിസ്റ്റ് ശക്തികളുടെ, പ്രത്യേകിച്ച് BJP RSS നേതൃത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബോഡി ലാംഗ്വേജ്, അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ്. അവരെക്കാൾ വലിയ ആളുകളില്ല. ഇപ്പോൾ ഏറ്റവും ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ അവർ പറയുന്നത് ചാണകം ഉപയോഗിച്ച് ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാം ചികിത്സിക്കാൻ കഴിയും, ഇന്ത്യയിൽ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോഴും അവർ എതിരാളികളെ നിഷ്പ്രഭരാക്കിയാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും ഫലപ്രദമായ വിനിയോഗമാണ്. അതായത് ഏറ്റവും ഈ നമ്മുടെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, വാട്സപ്പ്, അതുപോലുള്ള കാര്യങ്ങൾ, ഇൻ്റർനെറ്റൊക്കെ സമർത്ഥമായി ഉപയോഗിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും അവിടെ അങ്ങനെ ചികിത്സ ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, വിമാനം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ആറ്റമിക് ബോംബ് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് എന്നെല്ലാം പറയുമ്പോൾ തന്നെ ഇതെല്ലാം വല്ലാത്തൊരു വൈരുദ്ധ്യം നമുക്കിതിലെല്ലാത്തിലും കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ കർഷകർ നടത്തിയ കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമരം, ആ കാർഷിക നിയമങ്ങൾ സമരത്തിൻ്റെ തീവ്രത മൂലം, ശക്തി മൂലം അവർക്ക് പിന്മാറേണ്ടി വന്നുവെങ്കിലും അത് എന്നേക്കുമായി അടഞ്ഞൊരു അധ്യായമല്ല നമ്മളെന്ന് ഓർക്കണം. അത് അവരുടെ ഉള്ളിൽ എന്നും അങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ നീറ്റ് പരീക്ഷകളുടെ കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നൊരു സാഹചര്യം വന്നു എന്നുള്ളതൊഴിച്ചാൽ ഈ കോർപ്പറേറ്റ് ഹിന്ദുത്വ ശക്തികൾ പിൻവാങ്ങുന്നു എന്നതിനർത്ഥമില്ല. അതുകൊണ്ടാണ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചത് തന്നെ E20 ജനതാ പാർട്ടി എന്ന് പറയുന്ന എത്തനോളിൻ്റെ വിഷയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇതിനകത്ത് ശരത്ത് വേറൊരു വലിയൊരു രാഷ്ട്രീയ മർമ്മവും കൂടി ഞാൻ കാണുന്നുണ്ട്. അതായത് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഈ പാറ്റ വിപ്ലവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ
ഈ പാർലമെൻറ്റ് സെഷനിൽ തന്നെ, ഈ മൺസൂൺ സെഷനിൽ തന്നെ 2 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷനും അതുപോലെ ഈ വനിതാ സംവരണ നിയമം അടക്കമുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മാജിക് ഫിഗർ 362 വോട്ടെന്ന മാജിക് ഫിഗറിലേക്ക് എത്താൻ BJPക്ക് ഇനിയും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സമ്പത്തും അതുപോലെ തന്നെ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് AAPയെ പിളർത്തി MP-മാരെ അതിലേക്ക് ചാടിച്ചു. ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ശിവസേനയുടെ അതിൽ നിന്ന് MP-മാരെ ചാടിച്ചു. ഇങ്ങനെ ഈ മാജിക് നമ്പറിലേക്ക് ഓരോ നിമിഷവും എത്തിക്കാനുള്ള അതിതീവ്രമായ പ്ലാനിങ്ങും ആസൂത്രണമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ സംഭവം വന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ തൽക്കാലം ഈ 362 എന്ന് പറയുന്ന മാജിക് ഫിഗർ അവർക്ക് എത്താൻ കഴിയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അതിൻ്റെ അർത്ഥം അവർ പിൻവാങ്ങിയെന്നല്ല. ഒരിക്കലും ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ അവർ മനുഷ്യവിരുദ്ധരാണ്. ആ മനുഷ്യവിരുദ്ധരായ ശക്തികൾക്ക് അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അവർക്ക് സമ്പത്തിൻ്റെ പിൻബലമുണ്ട്. അദാനിയെയും അംബാനിയെയും പോലുള്ള കോർപ്പറേറ്റ് കൂട്ടുകെട്ട് അവർ ചേർന്നാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ശരത്ത് വിചാരിക്കുന്ന പോലെ ഒരു CJP അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇങ്ങനെ ഒരു വിജയം നേടിയെങ്കിലും അവർ അതിൽ നിന്ന് പോയി എന്നർത്ഥമില്ല. അവരെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതിന് അതിതീവ്രമായൊരു സമരത്തിൻ്റെ പാതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതുപോലുള്ളൊരു ശക്തിയാണ്. അതുകൊണ്ട് ആ ശക്തിയെ ഒട്ടും നമ്മൾ കുറച്ച് കാണിക്കരുത്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടായെങ്കിലും അതിൽ നമ്മൾ അഭിരമിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഏത് വിധേനയും ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലൂടെ തന്നെയാണ് അവിടെ നീങ്ങുന്നത്. നമ്മൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുകൊണ്ടും ആ രാഷ്ട്രീയ മർമ്മം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പോഴും വിമർശനവും അതുപോലെ തന്നെ ശക്തമായ അധിക്ഷേപവും ഒക്കെ ചൊരിയുന്നതിൻ്റെ അർത്ഥം ആ അഹങ്കാരം, ആ ശക്തി ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾ വിചാരിച്ചാൽ കീഴ്പ്പെടുത്തും, ഞങ്ങൾ അതിനെ അടിച്ചമർത്തും, ഞങ്ങൾ അതിനോട് നേരിടും എന്നുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്നത്. തീർച്ചയായും അങ്ങനെ രാജ്യത്ത് അത് ഒരു ഏകാധിപത്യ പ്രവണതയുടെ ശ്രീ ജോർജ് ജോസഫ് അത് രാജ്യത്ത് ഭരണത്തിൽ ഒരു ഏകാധിപത്യ പ്രവണത അവിടെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത്. അതിന് കിട്ടിയ ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. പിൻവലിയേണ്ടി വന്നു. വളരെ പ്രധാനപ്പെട്ട നിലയിൽ തീരുമാനങ്ങൾ, ഈ സമരത്തിൻ്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു എന്ന ഇടത്ത് അവിടെയാണ് ആ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ശ്രീലാൽ, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ഒരു നിരന്തര പോരാട്ടത്തിൻ്റെ ആവശ്യകത രാജ്യം ചൂണ്ടിക്കാട്ടുന്നു. അതിലേറ്റവും വലിയ ഈ വിജയത്തിൻ്റെ, ഇപ്പോഴത്തെ ഈ വിജയത്തിൻ്റെ മെസ്സേജ് ഉൾക്കൊള്ളേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാണോ? പ്രത്യേകിച്ച് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. നാളെ പാർലമെൻറ്റിൽ ഈ പരീക്ഷാ ബില്ല് 6 മണിക്കൂർ ചർച്ച ചെയ്യാമെന്ന് സർക്കാരിന് സമ്മതിക്കേണ്ടി വന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാർലമെൻറ്റിനകത്ത് രാജ്യത്തിൻ്റെ ഒരു പൊതുവികാരത്തെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എങ്ങനെ പ്രതിഫലിപ്പിക്കാനാകും? അമിത്ഷാ ഇക്കാര്യത്തിൽ വിശദീകരണം നടത്തണമെന്ന് രാജ്യസഭയിൽ ഇടതെമ്പിമാർ ആവശ്യപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന്, ഇന്ന് വൈകുന്നേരം CJP വക്താവ് വാർത്താ സമ്മേളനം നടത്തി. കപിൽ സിബലിനോടൊപ്പം, രാജ്യത്തെ വളരെ പ്രമുഖനായ നിയമവിദഗ്ധൻ കപിൽ സിബലിനോടൊപ്പം വാർത്താ സമ്മേളനം നടത്തി. ഉറപ്പുകൾ പാലിക്കാനുള്ളതാണ് സർക്കാർ നൽകിയ ഉറപ്പുകൾ എന്ന് അവർ പറയുന്നു. FIRകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. FIRകൾ പിൻവലിച്ചിട്ടില്ല. രാജ്യത്താകെ വലിയ യാതന നേരിടേണ്ടി വന്നതിൻ്റെ മുഴുവൻ കണക്കും ചെറുപ്പക്കാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങാൻ അവർ പുതിയ സംരംഭവുമായി മുന്നോട്ട് വരുന്നു. അപ്പോൾ ചെറിയ കാര്യമല്ല. അപ്പോൾ പാർലമെൻറ്റ് നാളെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. CJP പുതിയ ലെവലിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ പാർലമെൻറ്റിനകത്ത് സമീപിക്കും? ഇങ്ങനെ ഒരു പുതിയ നിലയിൽ ഗൗരവത്തോടെ കാണേണ്ട ചില ഭാഗങ്ങൾ ഇക്കാര്യത്തിലില്ലേ? അത് വിജയം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇതൊരു തുടക്കമായി. ഈ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം അവരെ കീഴടക്കാൻ പറ്റാത്ത ഏതൊരു വലിയ ഒരു സംഭവം അല്ലെങ്കിൽ അവരൊരു പ്രസ്ഥാനമാണ്, അവരൊരു ശക്തിയാണ് എന്നുള്ള ഒരു ബോധം ഈ പറയുന്ന BJPക്കാർക്കും അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനയും അങ്ങനെ ബോധവും ബോധ്യവും ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ബോധവും ബോധ്യവും എല്ലാമാണ് ജെൻസി പിള്ളേരുടെ മുന്നിൽ വീണുടഞ്ഞതെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആഘോഷിക്കപ്പെടേണ്ട വിജയം തന്നെയാണിത്. ഇതൊരു വിജയം തന്നെയാണ്. നാളെ ഇവർ തിരിച്ചു വരുമെന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ വിജയം ഒട്ടും കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. 2, തുടക്കത്തിൽ ഈ ധാർഷ്ട്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ സമരത്തെ തെറ്റായി കണ്ടു എന്നുള്ളതാണ് BJPയും ഈ പറയുന്ന സംഘപരിവാർ സംഘടനകളും മോദിയും അമിത്ഷായും എല്ലാം ചെയ്തത്.
അതായത് ഞാൻ ഈ സമരം തുടങ്ങി ജൂൺ 24 ആ സമയത്താണ് സമരം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 15-16 തീയതി, ഈ മാസം 15-16 തീയതി ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ജന്തർ മന്ദറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സമരം ഏതാണ്ട് ഒരു സാധാരണ സമരം നിലയിലേക്ക് വീണു പോകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന SFI, ഐസ, ASFൻ്റെ ആ വേദിയിലേക്ക് JNU നിന്നും വിദ്യാർത്ഥികൾ, DU നിന്നും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്, അപ്പുറത്ത് കുറച്ച് വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനി എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ പൊതുജനത്തിനിടയിലെങ്കിലും ഈ സമരത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ കുറഞ്ഞു വരുന്നു, അതിനോടുള്ള ഒരു സമീപനത്തിൽ വ്യത്യാസം വരുന്നു. അത് ഈ സമരം അങ്ങനെ വാടിപ്പോകുമോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ അന്ന് വൈകിട്ട് അരവിന്ദ് കെജ്രിവാൾ ആ പറയുന്ന സമരവേദിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ സമരത്തിൻ്റെ വേഗം മാറുന്നു, സമരത്തിൻ്റെ ആവേശം മാറുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പക്ഷേ ഈ പാർലമെൻറ്റ് സമ്മേളനം ഇതിനിടയിൽ വരാതിരുന്നാൽ ഒരു പക്ഷേ ഈ സമരം ഇത്രത്തോളം ശക്തമാകുമോ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത്രത്തോളം ഇറങ്ങിച്ചെല്ലുകയോ ഇത്ര വലിയൊരു പ്രക്ഷോഭമായി മാറുകയോ ചെയ്യില്ലായിരുന്നു എന്നുകൂടെ ഒരു പക്ഷേ പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ സംശയം പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന അന്ന് ഉണ്ടായ പാർലമെൻറ്റ് മാർച്ച്, അതാണ് നേരത്തെ പറഞ്ഞത്. ഈ സമരം എങ്ങനെ എത്തുമെന്നോ അല്ലെങ്കിൽ സമരം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള തരത്തിൽ BJPക്കും അവരെ നയിക്കുന്നവർക്കും ചെറിയ തോതിൽ പരാജയം പറ്റി. അത് വിലയിരുത്തുന്നതിൽ എന്നൊരു സംശയമില്ല. അതുകൊണ്ടാണ് അത്ര വലിയ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചമർത്താൻ. പിള്ളേരില്ലേ, കുട്ടികളല്ലേ, ഇവരെ 1 വിരട്ടിയാൽ ഇവർ ഓടിപ്പോകും, 2 വിരട്ടിയാൽ ഇവർ പിന്നെ പുറത്തിറങ്ങില്ല, 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആ പ്രദേശത്തെ കാണില്ല. അതാണ് ഓർഗനൈസർ ഇപ്പോഴും പറയുന്നതാണ്. പിസയും ബർഗറും കഴിക്കാൻ എത്തിയവരാണ് സമരക്കാരെന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കൂട്ടരായി ഓർഗനൈസർ. BJPക്കകത്ത് ചേരിപ്പോര് രൂപപ്പെട്ടു എന്ന് വാർത്തകളിൽ വരുന്നത് ഒരുപക്ഷെ ശ്രീലാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. തെറ്റില്ല. ഓർഗനൈസറിന് അത് മനസ്സിലാകാതെ പോകുന്നതാണ്. കാരണം ഇവർ പിസയും ഈ പറഞ്ഞ ബർഗറും കഴിക്കുന്ന ജനത തന്നെയാണ്, അവർ തന്നെയാണ്. ജെൻസി പിന്നെ എന്താണ് കഴിക്കുക? ജെൻസി കഴിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കഴിക്കുന്ന പിള്ളേരാണ്. പക്ഷേ അങ്ങനെ കഴിക്കുന്ന പിള്ളേർ ഒരു വലിയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് നയിച്ച് ഇത് വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ 2 അടി കൊടുത്താൽ ഇവർ വീട്ടിൽ കയറി ഒതുങ്ങിക്കോളും. പിന്നെ നേരത്തെ ശ്രീ ഗോപൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇവരെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവർ പുറത്തിറങ്ങില്ല. കാരണം ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരെ അങ്ങ് താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവർ പുറത്തിറങ്ങില്ല, ഇവരങ്ങ് മാളത്തിൽ ഒളിച്ചോളും എന്നുള്ളൊരു ധാരണയായിരുന്നു. ആ ധാരണയാണ് പൊളിഞ്ഞത്. പെല്ലറ്റ് ഉപയോഗിച്ച് ഒരു സമരത്തെ അടിച്ചമർത്തുന്നത്, അതും ദേശീയ തലസ്ഥാനത്ത് പെല്ലറ്റ് ഉപയോഗിച്ച് ഒരു സമരത്തിനെതിരെ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടുകൊഴിപ്പില്ലാത്ത സ്ഥാനമാണ്. മറ്റൊരു സംസ്ഥാനത്ത് ബീഹാറിലെങ്ങാണ്ട് AK-47 ഉപയോഗിച്ച് ഇവർക്ക് നേരെ വെടിവെക്കുന്നു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ബീഹാറിലാണ്. ബീഹാറിൽ AK-47 ഉപയോഗിക്കുകയാണ് യുവാക്കൾക്ക് നേരെ. അതുപോലെ ഹിന്ദു വീർസേനയുടെ നേതാവാണ് UP-ൽ വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് വന്ന് അതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ഇങ്ങനെ ഒരു സമരത്തെ, ഇത്രയും കിരാതമായ ഒരു സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ ഇതുവരെയും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു അത് മറ്റൊരു സാഹചര്യത്തിലായിരുന്നതുകൊണ്ട് ആണ്. പക്ഷേ ഇത് നാട്ടിൽ ഈ ഡൽഹിയുടെ കൊണോട്ട് പ്ലേസിൽ വെച്ചിട്ടാണ് ഈ പെല്ലറ്റ് ഉപയോഗിക്കുന്നത്. അത് എന്തൊരു വലിയ ക്രൂരതയാണ്, എന്തൊരു വലിയ ധൈര്യമാണ് ഇവർക്ക് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ വേറെ കാര്യമുണ്ട്. അടിയന്തരാവസ്ഥയുടെ സഞ്ജയ് ഗാന്ധി യുഗത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലേക്ക് ദില്ലി ഭരണം മാറി ആ നവഫാസിസത്തിൻ്റെ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നതിൽ നിന്ന് വളരെ ശക്തമായ ഉദാഹരണമായി ഈ അന്നത്തെ ആ ലാത്തിചാർജ് മാറുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം കൂടിയുള്ളത്, ഈ ഓർഗനൈസർ പറഞ്ഞാൽ ഒരു കാര്യം സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഈ പ്രക്ഷോഭം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ എങ്ങനെ സമീപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിൽ നയിക്കുന്ന പാർട്ടിയിൽ വലിയ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന സംശയമില്ല. കോൺഗ്രസ് മാറി നിന്ന് കാഴ്ച കാണുകയായിരുന്നില്ലേ അതുവരെയും? ഏറ്റവും അവസാനം ആ പാർലമെൻറ്റ് മാർച്ചിൽ ഉണ്ടായ ഇത്ര വലിയ ക്രൂരമായ കിരാതമായ നരനായിട്ടുണ്ടായിട്ട് പോലും കോൺഗ്രസ് മാറി നിൽക്കായിരുന്നില്ല. അടുത്ത ദിവസം കോൺഗ്രസ് ഒറ്റയ്ക്ക് പോയിട്ട് സമരം ചെയ്യുകയല്ലേ ചെയ്തത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചേരുകയോ ചെയ്യാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. ഇത് ഒരു പൊളിറ്റിക്കൽ അതിർവരം കൊണ്ട് നിർത്തിൻ്റെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമല്ല. BJPക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ കോൺഗ്രസും ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാകുന്നത്. അതുവരെയും ഒറ്റയ്ക്ക് നിന്ന് സമരം ചെയ്ത് ഈ CJP എന്ന് പറയുന്നത് ഇതങ്ങ് കൊഴിഞ്ഞ് തീർന്നുകൊള്ളും എന്ന് കരുതിയ ഒരു ആയിരുന്നില്ല കോൺഗ്രസും ചെയ്തത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ഈ സമരം എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഈ സമരത്തിൻ്റെ ശക്തി അളക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇപ്പോഴും BJP ചെയ്യുന്നത് അത് തന്നെയാണ്. BJP ഇത് ഒരു പിൻവാങ്ങൽ വേണ്ടി വന്നു, പക്ഷേ നമുക്ക് ഇനിയും ഇതിനെ നേരിടാമെന്നുള്ള ധാരണയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസുകൾ പിൻവലിക്കാതെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് കൊടുത്തത് പുതിയൊരു വടിയാണ്. CJP എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമരം നടത്തി ഇപ്പോൾ FIRകൾ അവിടെ കിടന്നാലും സഹിക്കും. പക്ഷേ സഹിക്കാത്ത ഒന്നുണ്ട്. അവർ വലിയ തോതിൽ അധ്വാനിച്ച് വളരെ കാഴ്ചപ്പാടോടെ വളരെ ക്രിയേറ്റീവായി ഈ ചെറുപ്പക്കാർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുണ്ട്. അതൊക്കെ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദില്ലി പോലീസ്. അതിലവർ ക്ഷമിക്കില്ല.
ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് അഭിനവ് ബിഷ്ത് ഈ സമര കേന്ദ്രത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇട്ടിട്ടുള്ള വീഡിയോകൾ അയാളുടെ ഇൻസ്റ്റയിലൂടെ അസാമാന്യമായി വൈറലായി മുന്നോട്ട് പോയി. നിവൃത്തിയില്ലാതെ അവസാനം ദില്ലി പോലീസ് അത് സസ്പെൻഡ് ചെയ്തു. ഇപ്പുറത്ത് കേരളത്തിലേക്ക് വന്നപ്പോൾ പേളി മാണി വലിയ തോതിൽ ഒരു സെലിബ്രിറ്റി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയി. അത് പെയ്ഡ് മാണി നാക്കുന്നതായിരിക്കും നല്ലത്. അത് ആ രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 5 ലക്ഷം പേരാണ് ഏറ്റവും അവസാനം കണ്ടൊരു വാർത്തയിൽ കണ്ട് അൺഫോളോ ചെയ്യുന്നു, അവരെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു. ഈ രീതിയിലുമൊക്കെ ആളുകൾ വളരെ വിജിലൻ്റായി ഇതിനോട് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രതികരണത്തിൻ്റെ പാറ്റേണേ മാറിപ്പോയി. കാര്യം അതിൻ്റെ ഗുണമെന്ന് പറയാം, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പെയ്ഡ് ന്യൂസിലൂടെയും പെയ്ഡ് ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് മറ്റുള്ളവരുടെ. അവരുടെ ഭാഷ ഇതാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇതിലൂടെയാണ്. ഈ ജെൻസി സംസാരിക്കുന്നത് ഈ സ്മാർട്ട് ഫോണിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. നമ്മൾ ഇപ്പോൾ BJP ആൾക്കാരെ ഇരുത്തി ഒരു കഥ പടച്ചുണ്ടാക്കി അതിനെ വിവിധ ഭാഷകളിലേക്ക്, ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിവിധ ഭാഷകളിലേക്ക് മാറ്റി അത് ഫോർവേഡ് ചെയ്ത് മറ്റവർ അങ്ങനെയല്ല. അവർ ഇതിലൂടെ ആണ് കാര്യങ്ങൾ പറയുന്നത്. അവർ എത്രയോ കാലങ്ങളായി കാര്യം പറയുന്നത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ചാനലിലൂടെയുമാണ്. അതുകൊണ്ട് അവർക്കിത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ഒരു അവരുടെ ഒരു ID ബ്ലോക്ക് ചെയ്താൽ അവർ 10 ID വേറെ ഉണ്ടാക്കും. അതിനകത്ത് മിടുക്കന്മാരാണ് അവർ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഈ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് കേസുകൾ പിൻവലിക്കില്ല എന്നുള്ളതാണ്. ആ കേസുകൾ പിൻവലിക്കാനുള്ള ശ്രമം അത് പുതിയ വഴി തുറന്നു കൊടുത്തു CJP അത്ര ആലോചിക്കാതെ നടത്തുന്ന ഒരു സമരമായിരുന്നില്ല ഇത്. എന്തുകൊണ്ടാണ് സ്ഥലത്തെ ഇത് ശനിയാഴ്ച തന്നെ ഉച്ചയ്ക്ക് തന്നെ ഈ സമരം അവസാനിപ്പിക്കാൻ കാരണം? വെള്ളിയാഴ്ച ഈ പറയുന്ന അഭിജിത്ത് പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? അഭിജിത്ത് പറഞ്ഞത് പ്രധാനല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യത്തിലേക്ക് അദ്ദേഹം മാറി. ആ മുദ്രാവാക്യം ഈ പറയുന്ന ചെറുപ്പക്കാർക്കിടയിൽ പോയി കഴിഞ്ഞാൽ അവരെ മനസ്സിൽ അത് പതിയും, അവരത് ഏറ്റുവിളിക്കും. അത് അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധി. അത് ഈ പറയുന്ന പോലെ മായ്ച്ചു കളയാനാകില്ല എന്ന് BJP തിരിച്ചറിഞ്ഞെടുത്തുനിന്നാണ് ഈ സമരം അവസാനിക്കുന്നത്. അതാണ് ശനിയാഴ്ച ഈ ഉച്ചയ്ക്ക് ഇത് അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ പറയുന്ന ജന്തർ മന്ദിറിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും അടുത്ത ദിവസം ഞായറാഴ്ച അതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോയില്ലെങ്കിൽ പ്രധാനമന്ത്രി പോകണമെന്ന മുദ്രാവാക്യത്തിലേക്ക് ഈ പറയുന്ന അഭിജിത്ത് എത്തപ്പെട്ടപ്പോൾ അത് പരസ്യമായി പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഈ തീരുമാനങ്ങളുണ്ടാകുന്നു, ചർച്ചയുണ്ടാകുന്നു, തീരുമാനമുണ്ടാകുന്നു. ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ BJP തയ്യാറായും ചെയ്തു. അവിടെയാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തയ്യാറായി. അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന CJP വെറുതെ വന്ന് ഈ മഴയിൽ കുറിച്ച് തകര പോലെ വന്ന് ഈ പരിപാടി നടത്തി പോകാൻ വന്നവരാണ് എന്ന് ഈ പറയുന്ന അമിത്ഷാ മോദി അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള മറുപടിയാണിത്. അതുകൊണ്ട് ഈ വിജയം തന്നെയാണ്, ഇത് ആഘോഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട രക്ഷഗോപൻ, അതായത് ഒരുപക്ഷെ ഇപ്പോൾ ശ്രീലാൽ പറഞ്ഞ പോലെ ആ ശനിയാഴ്ച ആ സമരം അവസാനിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമരം മറ്റൊരു വലിയ ഘട്ടത്തിലേക്ക് കൂടി പോകാം. ഇത് ആ കുട്ടികളെ പിന്തുണച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ആ സമരത്തിൽ അക്കാലം അത്രയും ഇടതുപക്ഷ CPIM നേതാക്കൾ, വിശേഷിച്ച് MA ബേബി ആവട്ടെ, ജോൺ ബ്രിട്ടാസ് ആവട്ടെ, റഹീമിനെ കാണുന്നു. രാജ്യസഭയിലുള്ള എണ്ണം കൊണ്ടല്ല, പക്ഷേ നിലപാടുകൊണ്ട് ദില്ലി പോലീസിന് മുമ്പിൽ ആ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷവും CPIMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ MP-മാരും ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ശ്രീലാൽ പറഞ്ഞ പോലെ ശനിയാഴ്ച കഴിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ഭാവം തന്നെ മാറിപ്പോകാം. കാരണം രാജ്യത്താകെയുള്ള, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അതിശക്തമായ കർഷക സമരം ചെയ്ത കർഷകർ, അതുപോലെ തന്നെ ഇപ്പോൾ ലേബർ കോഡിനെതിരെ സമരം ചെയ്യുന്ന തൊഴിലാളികൾ, CUTൻ്റെ നേതൃത്വത്തിലേക്കുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, ഇവരുമൊക്കെ ഒരുപക്ഷേ വലിയ പിന്തുണയുമായി ഈ സമരത്തിലേക്ക് വരുന്ന നിലയിലേക്ക് കൂടി പോകാമായിരുന്ന ഒരു സാധ്യത, ഒരു അവസ്ഥയുണ്ടായി. ഒരുപക്ഷെ അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും എന്ന ഘട്ടത്തിൽ BJP ഒരു ഇടപെടൽ നടത്തി. പ്രധാനിലൂടെ അത്യാവശ്യം പിടിച്ചു നിന്നതവർ പ്രധാന ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മട്ടിൽ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. ഇപ്പോൾ ഞാൻ മുമ്പ് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞപ്പോൾ ശ്രീഗോപൻ, കേരളത്തിലും ഈ പറഞ്ഞതുപോലെ റിമാൻഡിൽ കഴിയുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ണൂരിലും മറ്റും SN കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി കശ്യപ് മുരളി റിമാൻഡിലാണ് ഈ സമരത്തെ പങ്കെടുത്തതിൻ്റെയും ആ സമരത്തെ പിന്തുണച്ചതിൻ്റെയും പേരിൽ. കേരളത്തിലും FIR ഇട്ട് കേസുകളെടുത്ത് പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഈ വിഷയത്തിൽ കേരളത്തിലും വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പാർലമെൻറ്റ് നടക്കുന്ന സമയമാണല്ലോ ശ്രീഗോപൻ. ചോദ്യം ഇതാണ്,
ഇപ്പോൾ BJP ഈ സമരത്തെ അതിൻ്റെ ഗൗരവത്തെ ഇകഴ്ത്തി കണ്ടു, വളരെ നിസ്സാരമായി കണ്ടു എന്നുള്ള തലവിടെ ഇരിക്കട്ടെ. പ്രതിപക്ഷ പാർട്ടികൾ CPIM ഒക്കെ CJPയുടെ വരവ് ആ സമരത്തെ ജനാധിപത്യപരമായി ഉൾക്കൊണ്ടൊപ്പം നിന്ന ആളുകളാണ്. പ്രതിപക്ഷമാകെ പരിശോധിച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ സമരത്തിൻ്റെ ഉള്ളടക്കത്തെ, അതിലൂടെ വരുന്നൊരു സന്ദേശത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടോ രാജ്യത്തെ പ്രതിപക്ഷം, ഇന്ത്യ ബ്ലോക്ക്? ഞാൻ ശ്രീലാൽ സാർ പറഞ്ഞെടുത്തും തുടങ്ങുക, അതിലൊരു ഡിഗ്രി കൂടി ചേർത്ത് പറയാനാണ് എനിക്ക് ആഗ്രഹം. ഈ സമരത്തിന്റെ രൂപം യഥാർത്ഥത്തിൽ പ്രധാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നിടത്തേക്കായിരുന്നില്ല ഒരു പക്ഷേ വരുന്നത്. പ്രധാനെ അവർ വിട്ടിട്ട് പ്രധാനമന്ത്രി തന്നെ രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് വരുമായിരുന്നു. അപ്പോ ഒന്നുകിൽ ധർമ്മേന്ദ്ര പ്രധാൻ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്നിടത്തേക്കായിരുന്നില്ല ഒരു പക്ഷേ ഇത് വരുന്നത്. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, ഉപ്പിലിട്ടത് ഞങ്ങൾക്ക് വേണ്ട, ഉപ്പ് തന്നെ പിടിക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്നൊരു പ്രശ്നം അതിൽ വരുമായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഈ പരമ്പരാഗതമായ പിന്തുണ നൽകുന്ന ആളുകളല്ല ഈ സമരത്തിനെ പിന്തുണയ്ക്കാൻ വന്നത്. 22 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളും അവരുടെ കുടുംബവും അതൊരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വിവിധ ഘട്ടങ്ങളിലായി പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മറ്റനേക ലക്ഷങ്ങൾ, അതുപോലെ കേരളത്തെ പോലെ PSC എക്സാം ഇല്ലാത്ത കരാർ ജോലി മാത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടും. അല്ലാതെ നീറ്റ് പരീക്ഷ മാത്രമായിട്ട് ഒതുങ്ങില്ല. അങ്ങനെ ഒരു വലിയ കൊള്ള സംഘം, അതിനോടനുബന്ധിച്ച് ഈ ചമ്പൽ കൊള്ളക്കാരെ വെല്ലുന്ന ചമ്പൽ റായിമാരുടെ കഥകളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തെ ഉപയോഗിച്ചും മതത്തെ ഉപയോഗിച്ചും ഇതിനെ പ്രതിരോധിക്കാൻ അല്പം പ്രയാസപ്പെടുമായിരുന്നു. പിന്നെ ചെയ്യുന്നതാണ് ഈ ഓർഗനൈസറുടെ കാര്യങ്ങളാണ്. ചൈനീസ് ഫണ്ട് ഉൾപ്പെടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഓർഗനൈസർ അതിലെടുത്തിരിക്കുന്ന ഒരു കാര്യം SFI അതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണല്ലോ. നേരത്തെ ശ്രീ ശരത്തും എന്റെ സഹപാരിനികളായ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവിൽ ഇന്ത്യയുടെ ഒന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്, പഴയ RSSന്റെ ഹിന്ദു വർഗീയതയുടെയും പ്രത്യയശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യം മാത്രമല്ല, ആധുനിക കാലത്ത് അവർ പറഞ്ഞു കോൺഗ്രസ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമാണ്, പക്ഷെ കോൺഗ്രസിനെ അല്ല അവർ അറ്റാക്ക് ചെയ്തത്, അവര് ഇടതുപക്ഷത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPIMനെയാണ്. അതുപോലെ ഈ CJPയുടെ സമരത്തിൽ പ്രത്യയശാസ്ത്ര അടിത്തറയോടുകൂടി അതിൽ ഇടപെട്ട ഒരു സംഘടനാ സംവിധാനം ഇടതുപക്ഷത്തിന്റെ സംഘടനാ സംവിധാനമാണ്. അതുകൊണ്ട് ഓർഗനൈസർ പിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സംഘടനാ സംവിധാനത്തെയാണ്. അതിനവർക്ക് പെട്ടെന്ന് കൊണ്ട് ചാരാൻ പറ്റുന്നത് എവിടെയാണ്? മുസ്ലിം ആയിരുന്നെങ്കിൽ പാകിസ്ഥാനി കൊണ്ട് ചാരാം, അത് പെട്ടെന്ന് ചാരാൻ പറ്റുന്നത് ചൈനയിലാണ്. ഇവര് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ കലാപം നടത്തിയപ്പോൾ ഇന്ത്യ അവിടെ സഹായിച്ചായിരുന്നു. ശ്രീലങ്കയിൽ കലാപം നടന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് ഫണ്ട് കൊടുത്തായിരുന്നു. മുല്ലപ്പൂ വിപ്ലവം അറബ് നാടുകളിൽ ഉണ്ടായിരുന്നപ്പോ നരേന്ദ്രമോദി അവിടെ കാശ് അയച്ചു കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ എന്തെല്ലാം മര്യാദകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളത് ഓർക്കണം. ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ മാരകമായി മർദ്ദിക്കുന്നത് അവരുടെ സംവിധാനം ഉപയോഗിച്ച. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ബദലാണല്ലോ സോഷ്യൽ മീഡിയ. പക്ഷെ ആ സോഷ്യൽ മീഡിയക്ക് ഒരു ബദൽ CJPക്കാർ സൃഷ്ടിച്ചു. അതാണ് നമ്മൾ കണ്ടത്. കാരണം ഇന്റർനെറ്റ് ഇല്ലാതാക്കി കഴിയുമ്പോൾ അത് അവിടെ അവസാനിക്കുകയല്ല. നമ്മൾ അക്കാര്യത്തിൽ ഈ ചെറുപ്പക്കാരനെയും അയാളുടെ കൂടുള്ള ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കണം. അവര് നരേന്ദ്രമോദിയും RSS മനസ്സിൽ കണ്ടപ്പോ അവര് മാനത്ത് കണ്ടിട്ടാണ് ഈ വിമാനം ഇറങ്ങിയത് ഇവിടെ സമരം നടത്താൻ വേണ്ടി. അപ്പോ സ്വാഭാവികമായിട്ടും ഇതിന് ബദലായിട്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്, ഇവരിത് തടസ്സപ്പെടുത്തിയാൽ എന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നതുകൂടി അതിനകത്ത് കണ്ടു. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിനെതിരായിട്ടും മറ്റും ഇടതുപക്ഷ പ്രവർത്തനങ്ങളെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൂടിയുള്ള ഒരു മറുപടിയാണിത്. ഇടതുപക്ഷത്തിന് ഇതൊരു ആവേശം പകരുന്നുണ്ട്. കാരണം ഈ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തെ തിരസ്കരിച്ചാലും മറ്റു ചില സംവിധാനങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഇങ്ങനെ ഒരു സൗകര്യം കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടിന്റെ കഥ പറയുന്ന ചില പത്രങ്ങളും ചില ചാനലുകളും ഒക്കെ ഇതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും അവർക്ക് നല്ലത് എന്നുള്ളതാണ്. കാരണം അവരും ഇതിനകത്ത് കുറ്റവാളികളായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കുമ്പോൾ പല മാധ്യമങ്ങളും ഇതിൽ കുറ്റവാളികളായിട്ട് വരുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ കേരളത്തിലെ സംഭവം, ഇത് വടക്കേ ഇന്ത്യയില് അല്ലെങ്കിൽ ഡൽഹിയില്
ഇത്തരം സമരങ്ങളൊക്കെ നടത്തി അവരെ ഭീകരമായി വർദ്ധിക്കുമ്പോൾ നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാർ വന്ന് മർദ്ദിക്കുക, അതുപോലെ RSS ശാഖയിൽ നിന്ന് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നവർ മർദ്ദിക്കുക. ആരെയെ പ്രത്യേകിച്ച് മർദ്ദിപ്പിക്കുന്നത്? ആൺകുട്ടികളെ മാത്രമല്ല, പെൺകുട്ടികളുടെ ശരീരഭാഗത്ത് പ്രത്യേക സ്ഥലത്ത് ലാത്തി കൊണ്ട് കുത്തുക. എന്തോ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ക്യാമറയിലുണ്ട്. പ്രത്യേക സ്ഥലത്ത് കുത്തുക. ഇവിടെ ഈ കാര്യം പരിശോധിക്കാൻ ചെല്ലുമ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഗവർണറാണോ താൻ അതോ കേന്ദ്രമന്ത്രിസഭയിൽ വരുമോ എന്ന് ഓരോ ദിവസവും ടെലിഫോൺ ചെയ്ത് RSS ആഫീസിലേക്ക് BJP ആഫീസിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ജഡ്ജിമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഒരു ജഡ്ജിയുടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു വൃത്തികെട്ട കമന്റ് ആണല്ലോ ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാകാൻ കാരണമായത് തന്നെ. അതിന് CJP അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കയറി ചടഞ്ഞുകൂടിയിരുന്ന് ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങിച്ച് ഭരണഘടനയുടെ മുഖത്ത് കാക്കിച്ചു തുപ്പുന്ന ഇത്തരം അവതാരങ്ങൾക്കുള്ള ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമല്ല, ഭരണ നേതൃത്വത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ ഭരണാധികാരിയായ സുപ്രീമായ പ്രധാനമന്ത്രിക്കെതിരായിട്ട് മാത്രമല്ല, മറിച്ച് ഭരണഘടനയുടെ കാവൽക്കാരായി നിൽക്കേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തുംഗതയിൽ ഇരിക്കുന്ന സുപ്രീം കോടതി ജസ്റ്റിസുമാരുടെ അല്ലെങ്കിൽ സുപ്രീം കോടതി അധികാരികളുടെ മുഖത്ത് തുപ്പിയ കാക്കിച്ചു തുപ്പിയും കൂടെയാണ് ഈ സമരം അവസാനിക്കുന്നത് എന്നുകൂടി അവർ മനസ്സിലാക്കുന്ന നല്ലതാ. ഏത് കേസ് നമുക്കെല്ലാം എതിരായിട്ട് വന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൽ എന്തായി ചെയ്യുന്നത്? കേരളത്തിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതു വിദ്യാർത്ഥി സംഘടനകളാണല്ലോ ശക്തമായിട്ട് വന്നത്. അവരുടെ പേരിൽ കേസെടുക്കുകയാണ്. അവർ ഏത് പോലീസിനെ ആക്രമിച്ചു? ഏത് പാർട്ടി ഓഫീസ് ആക്രമിച്ചു? ഏത് കോടതി മുമ്പിൽ അവർ സമരം ചെയ്ത് അവിടെ ആക്രമണം നടത്തി? അവരിതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതല്ലേ ഉള്ളൂ. അപ്പൊ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവിടെ അത് കാണിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇടപെട്ട് ഈ കേസ് മുഴുവൻ പിൻവലിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് കേരളത്തിൽ അത് കൊണ്ടുപോകുന്ന തർക്കമില്ല. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. കാരണം അത് മറ്റൊരു സ്ഥലത്ത് നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമരമാണ്. ആ സമരത്തിന്റെ നേട്ടത്തെ ഇപ്പോ കോൺഗ്രസ് എന്താ കേരളത്തിലെ അവരുടെ മാധ്യമങ്ങൾ എഴുതുന്നത്? രാഹുൽ ഗാന്ധി പട്ടായയിൽ നിന്ന് പറന്നു വന്ന് ഈ രാഹുൽ ഗാന്ധി ശ്രീ ശരത്ത് ഇതുവരെ നമുക്കറിയാമല്ലോ ഈ ജന്തർ മന്ത്രി പോയില്ല. അതിനുശേഷം ക്ലീൻ ചെയ്തിട്ട് പോലും അതിലേക്കൂടെ അദ്ദേഹം യാത്ര പോലും ചെയ്തിട്ടില്ലെന്ന് അറിയുന്നേ. രാഹുൽ ഗാന്ധി ജന്തർ മന്ത്രിന്റെ മുമ്പിൽ കൂടെ പിന്നെ യാത്ര ചെയ്തിട്ടേ ഇല്ല. അത്തരം യഥാർത്ഥത്തിൽ CJP പുഴുങ്ങിയ പരിപ്പാണിത്. അതെടുത്ത് വിളമ്പുന്ന ജോലി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇപ്പം ഈ ഒരു കാര്യത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് ഒരു വിള്ളലും ഉണ്ടാകാൻ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നിയോ ഫാസിസമാണ് ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാകാത്ത പലരും ഉണ്ടായിരുന്നു. നിയോ ഫാസിസം എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റുകൾ ജർമ്മനിയിലും ഇറ്റലിയിലും സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോ പുതിയ കാലമാണ്. ആ കാലത്ത് എങ്ങനെയാണ് ഫാസിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് അത് ആണ് നമ്മൾ മുന്നോട്ട് വെച്ചൊരാശയം. അത് മനസ്സിലായില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എക്സാഗ്രേറ്റ് ചെയ്യുന്നില്ല. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദശാവതാരത്തിൽ ഒരു മാറ്റം വരും ശ്രീ ശരത്തെ. ദശാവതാരം എന്ന് പറഞ്ഞാൽ ഈ 10 അവതാരത്തിൽ ഒന്നുകിൽ ഒന്നിനെ അവർ ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഒരെണ്ണം കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ചിലപ്പോൾ നിയമം കൊണ്ടുവരും. ദശാവതാരത്തിന്റെ നമ്പർ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം നരേന്ദ്രമോദി ദീർഘകാലം BJPയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കില്ല. അടുത്ത ആളുകൾ ശബ്ദം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നരേന്ദ്രമോദിയെ ഒതുക്കിയിരുത്താൻ പോകുന്നത് അദ്ദേഹം ദശാവതാരത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാണ് ഒതുക്കിയിരുത്താൻ പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് വിധേയനാവില്ല, പത്രസമ്മേളനം നടത്തത്തില്ല, അദ്ദേഹം ആകാശവാണി പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് കൂടി ഇന്ത്യ രാജ്യത്ത് സംഭവിക്കാൻ പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇതിപ്പോ മന്ത്രി പോയാൽ തീരുന്നതല്ല രാജ്യത്തെ പരീക്ഷകളുടെ ഈ ഒരു ദുരവസ്ഥ. അത് മാറിയേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ അവസ്ഥ നോക്കൂ. അതിൽ സ്ഥിരം ജീവനക്കാരില്ല, ഉള്ളവരൊക്കെ ഡെപ്യൂട്ടേഷനിൽ വന്നവരാണ്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഏത് രൂപത്തിലാണ് എന്നുള്ളതൊക്കെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് വലിയ തോതിൽ സംശയിക്കാം. പിന്നുള്ളത് കരാറുകാരാണ്. ആരോടാണ് അവരുടെ കൂറ്? ഇത്ര വലിയ കുഴപ്പങ്ങൾ നടക്കുമ്പോൾ അതും സംശയിക്കണം. പിന്നെ വലിയ തോതിൽ ഒഴിവും ബാക്കി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംവിധാനം അവിടെ നിലനിർത്തുകയാണ്. അത് പിൻവലിക്കണം, അത് അവസാനിപ്പിക്കണം. സംസ്ഥാനങ്ങൾ എത്ര മികവോടെ നടത്തിയിരുന്ന എൻട്രൻസ് പരീക്ഷകളാണ്. ഇതിനെയെല്ലാം ദേശീയ തലത്തിൽ ഏകോപിപ്പിക്കുമ്പോൾ അതിനേക്കാൾ മികവോടെ ദേശീയ തലത്തിൽ മാതൃകാപരമായി പോകേണ്ടതാണ്. പക്ഷേ മോദി സർക്കാരിൻ്റെ കാലത്ത് അത് തികഞ്ഞ പരാജയമാകുന്നു. തുടർച്ചയായി ആ ചോദ്യപേപ്പറുകൾ ചോരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയ്ക്കെതിരായ ഒരു വലിയ പോരാട്ടം നിൽക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് നാടൻ ഭാഷയിൽ പറയാൻ പറ്റുന്നൊരു അനുഭവം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ജോർജ് ജോസഫ് സൂചിപ്പിച്ചു, E20 ജനതാ പാർട്ടി എന്നുള്ളതാണ്. അത്
വളരെ ഗൗരവമായി ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന വിധത്തിലേക്ക്, രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്ന വിധത്തിലേക്ക്, അലോസരപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഒരു പ്രശ്നം, അതിൻ്റെ മുമ്പിലും ഒരു സമരമുനമ്പ് രൂപപ്പെടുകയാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം E20 ജനതാ പാർട്ടിയിലൂടെ രാജ്യത്ത് രൂപപ്പെടുമോ? ശരത്തെ, ഇവിടെ ഞാൻ ഈ സമരത്തെ കാണുന്നത് ഇപ്പോൾ CJPയുടെ ഈ സമരത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളൊരു സമരമാണ് ഇത്. അതൊരു ക്രിയേറ്റിവിറ്റി ഈ സമരത്തിൻ്റെ മൊത്തം ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ സമയത്തും വരുന്ന ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനായാലും ശരത്തായാലും പാനലിലിരിക്കുന്ന ആരായാലും നമുക്ക് ഈ ജന്തർ മന്ദിറിലൊന്ന് പോകണം എന്നുള്ളൊരു ആകാംക്ഷയും ഒരു ഉത്സാഹവും നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനത് ആലോചിച്ചാണ് എങ്ങനെയെങ്കിലും ഡൽഹിയിലൊന്ന് പോയി സമരത്തിലൊന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു പോയി. ആ സമരം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്താൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ CJP മറികടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡ് ഡെലിവറി നടത്തുന്ന ആപ്പുകളെ നിരോധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അത് ആളുകൾ കൊണ്ടുവന്ന് ഭക്ഷണം വിതരണം ചെയ്യുക. നമ്മൾ ചില വീഡിയോകൾ നമ്മൾ കണ്ടു, കാലത്തെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ വിതരണം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള വീഡിയോകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അങ്ങനെ ആളുകൾ ഒഴുകിയെത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഗോദി മീഡിയയെ തുറന്നു കാണിക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്ര കാലം നമ്മളൊക്കെ പരിശ്രമിച്ചിട്ടും ഈ ഗോദി മീഡിയയുടെ ക്ലച്ചസിൽ നിന്ന് നമ്മുടെ ജനങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ, ജനങ്ങളിലേക്ക് കുറച്ചെങ്കിലും എത്തുന്നതിനുള്ളൊരു ശ്രമം ഫലപ്രദമായിരുന്നില്ലെങ്കിൽ ഈ സമരം ഗോദി മീഡിയ ഓടിക്കുന്നൊരു ചിത്രം നമ്മൾ കണ്ടു. ഗോദി മീഡിയയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ റിപ്പോർട്ടേഴ്സോടെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്ര മനോഹരമായിട്ടാണ്. അതുപോലെ തന്നെ ഒരു രംഗം നമ്മൾ കണ്ടത് അടിക്കാൻ കേരളത്തില് ഞാൻ ഡിജിറ്റൽ മീഡിയയിൽ കണ്ട ത്രെഡിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഗോദി മീഡിയയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ സമരത്തെ സഹായിച്ച്. ഇപ്പോൾ നല്ല ചൂടുകാലമാണ് ദില്ലിയിൽ. ഈ ചൂടുകാലത്ത് അവിടെ നിന്ന് രാപകൽ അവർക്കൊപ്പം നിന്ന് പലതവണ പോലീസിന് മുമ്പിൽ ഈ കുട്ടികൾക്ക് വേണ്ടി വളരെ ശക്തമായി വാദിച്ച MA ബേബിയൊക്കെ വളരെ മ്ലേച്ഛമായി, വളരെ മോശമായി ആക്ഷേപിക്കും വിധത്തിലേക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ലേബലിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കണം. അതും ഈ കേരളത്തിൽ. ഈ യാഥാർത്ഥ്യം രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, ചെറുപ്പക്കാർ എങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്നൊന്നും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷേ എന്നിട്ടും ഈ രൂപത്തിലേക്ക് കേരളത്തിലെ ഗോദി മീഡിയയുടെ ചാൻസലറാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പെരുമാറുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ളവരുടെ മാധ്യമ പ്രവർത്തകരെയും ഇതേ ജന്തർ മന്ദറിൽ, ഗോദി മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണൽ മീഡിയ മാത്രം കാണും എന്നതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെയും ഗോദി മീഡിയയുടെ കേരളത്തിലെ വക്താക്കളാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ആളുകളെ ഇതുപോലെ മെല്ലെ 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 തള്ളി ഇങ്ങനെ ആ പരിസരത്ത് നിന്ന് മെല്ലെ മെല്ലെ എലിമിനേറ്റ് ചെയ്യുന്നത്, പറഞ്ഞയക്കുന്നത്, സ്വയം നടന്നു പോകുന്നത്, ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിലേക്ക് തിരിച്ചറിയുന്നുണ്ടായിരുന്നു മലയാളി മാധ്യമ പ്രവർത്തകരെയും. ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ജോർജ് ജോസഫ്. അതെ, അതായത് ശരത്തെ, ഈ നമ്മൾ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയുടെ എലിമെൻ്റ് എന്ന് ഞാൻ പറയുന്നത്, ബോംബെ നഗരത്തിൽ ഒരു മോഡൽ ഒരു പോലീസ് ഒരു വാൻ തടയുന്നൊരു ദൃശ്യം നമ്മൾ കണ്ടു. അപ്പോൾ ഓരോ ആളുകളുടെ മനസ്സിലും എങ്ങനെയാണ് ഞാൻ ഈ സമരത്തിൽ പങ്കാളിയാണ്, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ വേണ്ടേ, ഞാനിങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് സമരത്തിൻ്റെ ക്രിയേറ്റിവിറ്റി. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും അടക്കം ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഇത്തരത്തിൽ ഉള്ളൊരു സമരമുഖങ്ങൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായി ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളെടുക്കുക, അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ജാഥകൾക്ക്, റാലികൾക്ക്, അതിനെല്ലാം തന്നെ ഒരു അച്ചടക്കവും ഒരു പാട്ടുകളുടെ ഒരു അകമ്പടിയും മ്യൂസിക്കും ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു വല്ലാത്ത ഒരു മാറ്റം. അപ്പോൾ പഴയ രീതിയിൽ നിന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറേണ്ട ഒരു സമര രീതികളെക്കുറിച്ച് പോലും ഈ സമരം നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പിന്നെ ശരത്ത് ചോദിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ
നമ്മൾ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ 22 ലക്ഷം കുട്ടികളെ നേരിട്ട് ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണ് നമ്മുടെ നീറ്റ് പരീക്ഷയുടെ. നേരത്തെ പറഞ്ഞ പോലെ പലവട്ടം ചോദ്യപേപ്പർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 കോടിയോളം ആളുകളെ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന പ്രശ്നം എന്താ? E20 വിഷയം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് രാജ്യത്ത് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വാഹനങ്ങളുടെയും ആയുർദൈർഘ്യത്തെ തകർക്കുന്ന, എൻജിൻ തകരാറിലാക്കുന്ന രീതിയിലൊരു സംഭവമാണെന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇത് ഇറങ്ങിയതിന് ശേഷം തന്നെ പല വാഹനങ്ങൾക്കും അത് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വരുന്നു, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ അനുബന്ധമായി നടക്കുന്ന കാര്യം എന്താ? പഞ്ചസാരയുടെ വില കുതിച്ചു ഉയർന്നിരിക്കുന്നു. പഞ്ചസാരയുടെ വില ഇപ്പോൾ ഒരു മാർക്കറ്റിൽ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം, അതായത് നിതിൻ ഗഡ്കരിയുടെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന അവരുടെ മകനെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇതിന് ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പണം ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽ വ്യവസായികളെ വാഹനങ്ങൾ കേടുവന്ന് വീണ്ടും നമ്മൾ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ളൊരു നെക്സസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ അങ്ങോട്ട് തകർക്കുകയാണ്. അപ്പോൾ അത് ഈ CJPയുടെ സമരം വിജയിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കും വലിയ ഉണർവ് പകരുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ ഈ എത്തനോൾ പെട്രോളിൻ്റെ പ്രശ്നം. അതിനിപ്പോൾ ഗവൺമെൻറ് വലിയ ന്യായീകരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അത് പുതിയ വാഹനങ്ങൾക്ക് അതുമായിട്ട് അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിന് എൻജിൻ അതിന് കോമ്പാറ്റബിൾ ആണ് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇതൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, ഈ 114 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോഴോ ഒരു രൂപ പോലും കുറയ്ക്കാതിരിക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ തരാൻ പറ്റില്ല, 100% പ്യുവറായിട്ടുള്ള പെട്രോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഈ വിലയ്ക്ക് നിങ്ങൾക്ക് 20% എത്തനോൾ കലർത്തിയ പെട്രോളെ തരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തരം മായം കലർത്തൽ ഗവൺമെൻറ് തരത്തിൽ നടക്കുകയാണെന്ന് നമ്മൾ ആലോചിക്കണം. അതിപ്പോൾ ഇന്ന് അളവെടുത്ത് സോഷ്യൽ മീഡിയയിൽ പലരും കാണിക്കുമ്പോൾ 20% അല്ല, അതിൽ കൂടുതൽ കണ്ടൻറ്റ് എത്തനോളിൻ്റെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് തങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന് അല്ലെങ്കിൽ തങ്ങളുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് പണമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഇതൊരു പ്രശ്നം. അത് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നു വരുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് ഓരോ വിഷയത്തിലും ഇനി ഇത്തരത്തിലുള്ള ജനകീയ ഈ ക്രിയേറ്റീവായിട്ടുള്ള സമരമുഖങ്ങൾ തുറക്കപ്പെടും എന്നുള്ളതാണ് ഈ CJP നടത്തിയ സമരത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര എളുപ്പത്തിൽ മാറിത്തരുന്ന ഒരു ഭീകര ജീവിയൊന്നും അല്ല ഈ RSS എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്. അതിങ്ങനെ പിടിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെതിരെ നിരന്തരമായി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ തൽക്കാലത്തേക്ക് അവർക്ക് ഈ മണ്ഡലം ഡിപ്യൂട്ടേഷൻ്റെ കാര്യമൊക്കെ ഒന്ന് അബ്സ്റ്റെയിൻ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരാം. കാരണം ഈ ഒരു അവസ്ഥയിൽ അത് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിരന്തരമായ പോരാട്ടത്തിൻ്റെ സ്കോപ്പ്, സാഹചര്യം തുറന്നു വരുന്ന ക്രിയേറ്റിവിറ്റി ഉണർത്തിവിടുന്ന ഒരു സമരമാണ്. ആ സമരത്തിൻ്റെ വിജയം ഉജ്ജ്വലമായി തന്നെ നമ്മുടെ രാജ്യം കാണേണ്ടിയിരിക്കുന്നു. വലിയ പ്രതീക്ഷ നൽകുന്ന സമരത്തിൻ്റെ വിജയമാണ് അതിൽ നമ്മൾ കണ്ടെത്തിയത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശരി, ശ്രീലാൽ, നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ അതേ വിഷയത്തിൽ, അതായത് പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വലിയ ചർച്ച ഇതിനോടകം രാജ്യത്തുണ്ട്. വലിയ അസംതൃപ്തി പടരുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ CJPയുടെ മോഡൽ E20 ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അത്തരം ഒരു പ്രചാരം ലഭിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട അസംതൃപ്തി, സർക്കാരിനോടുള്ള ഇക്കാര്യത്തിലുള്ള ശക്തമായ വിയോജിപ്പ് കൂടുതൽ രേഖപ്പെടുത്തുന്നതിനും ആ നിലയിൽ ആ ഒരു വികാരം രൂപപ്പെടുന്നതിനുമൊക്കെ ഇടവരുത്തുമോ? ആ നിലയിൽ അത് വർക്കാകുമോ? തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതായത് ഞങ്ങൾ അങ്ങ് ചെയ്യും, നിങ്ങളത് ഏറ്റെടുത്തോളണം എന്നുള്ള ഒരു രീതി, അത് ഇനി അങ്ങനെ അത്ര എളുപ്പം ജനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന CJP പ്രക്ഷോഭത്തിൻ്റെ വിജയം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അത് ഒരു പക്ഷേ നേരിട്ട് ഇതുപോലൊരു പ്രക്ഷോഭം, ജന്തർ മന്ദിരത്തിൽ പ്രക്ഷോഭമായി അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിലും അത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചെയ്യപ്പെടും. ഇത്തരം ഫോറങ്ങളുണ്ടാകും, ആ ഫോറങ്ങളിലേക്ക് ആൾക്കാരുടെ പ്രതികരണങ്ങൾ വരും, അതൊരു പ്രതിഷേധമായി മാറും. ആ പ്രതിഷേധം പിന്നീട് ഒരു പക്ഷേ അത് കഴിഞ്ഞാകും അത് തെരുവിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇത്തരം അവരുടെ അനുഭവ
സംഭവങ്ങളൊക്കെ ഇതിലൂടെ വീഡിയോകളായും ഒക്കെ കൂടുതൽ തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്. അത് അപ്ലോഡ് ചെയ്യപ്പെട്ടേക്കാം. ഒരു തെരുവിലെ പ്രക്ഷോഭമായി പെട്ടെന്ന് രൂപപ്പെട്ടില്ലെങ്കിലും അതിന് വഴിവെക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ സംശയമില്ല. ഇനി ഈ പറഞ്ഞ E20 കാര്യത്തിൽ അതൊരു വഞ്ചന കൂടിയാണ് ശരത്തെ. അതായത് നമ്മൾ 20 ml പെട്രോൾ കുറച്ച് 80 ml പെട്രോളും 20 ml ഈ പറയുന്ന 800 ml പെട്രോളും 200 ml അങ്ങനെയാണ് അല്ലോ ഈ കണക്ക് പറയുന്നത് വെച്ചിട്ടാണ് ഈ പറയുന്ന പെട്രോൾ നമുക്ക് 1 ലിറ്റർ തരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ലിറ്റർ എത്തനോൾ ഉണ്ടാക്കുന്നതിന് 30 രൂപയാണ് ചിലവ്. അതായത് ഈ പറയുന്ന 20 ml ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് 1 രൂപ 1.5 രൂപയ്ക്കാണ് ഈ പറയുന്ന എത്തനോൾ ചേർക്കുന്നത്. 1 രൂപയുടെ എത്തനോളാണ് ഈ പെട്രോളിലേക്ക് ചേർക്കുന്നത് 20 ml ചേർക്കുമ്പോൾ ഈ പറയുന്ന അതിന് നമ്മളിന്ന് വാങ്ങുന്നത് ഈ പറയുന്ന 200 ml പെട്രോളിൻ്റെ പൈസയാണ്. അതായത് 1 ലിറ്റർ വാങ്ങുമ്പോൾ നമ്മൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് 2-3 രൂപ അധികം ഈ സർക്കാർ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. വഞ്ചനയാണ്, ചതിയാണ്, നമ്മുടെ തട്ടിപ്പാണിത്. അത് ഈ പറയുന്ന എത്തനോൾ ചേർക്കുന്നത് ഈ പൂർത്തി ഗ്രൂപ്പിനും ഈ പറയുന്ന ഈ നിതിൻ ഗഡ്കരിയുടെ മക്കൾക്കും ലാഭമുണ്ടാകുന്നു, അവരുടെ കമ്പനിക്ക് വലിയ തോതിൽ ലാഭമുണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നമ്മളെ വഞ്ചിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. പെട്രോളിൻ്റെ വിലയ്ക്കാണ് നമ്മൾക്ക് എത്തനോൾ തരുന്നത്. 1 രൂപ ചിലവ് വരുന്ന എത്തനോളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് പെട്രോളിൻ്റെ പൈസയാണ്. അവിടെ അങ്ങനെ ഒരു വലിയ വഞ്ചന നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്യമായി ഇപ്പോൾ നാളെ രാവിലെ എത്തനോൾ E20 അല്ലെങ്കിൽ EJP എന്ന് പറഞ്ഞ് തെരുവിലിറക്കി വരണം എന്നില്ല. പക്ഷേ അത് പൊരിഞ്ഞു കത്തി ആളിക്കത്തുന്ന തലത്തിലേക്ക് സാധനങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ് BJP നേരിടാൻ പോകുന്നത്. BJP ഈ പറയുന്ന ഗോദി മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്താലും, നേരത്തെ ഗോദി മീഡിയ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയണം തോന്നിയത്, അതായത് ഈ പറയുന്ന പാർലമെൻറ്റിന് മുന്നിലുള്ള പ്രതിഷേധത്തിനെ അടിച്ചമർത്തി നരനായാട്ട് നടത്തി എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ നമ്പർ 1 ചാനൽ, കേരളത്തിലെ നമ്പർ 1 ചാനൽ അന്ന് വൈകുന്നേരത്തെ അന്തിച്ചർച്ചയ്ക്ക് ചോദിച്ച ചോദ്യം കേരള മോഡൽ രക്ഷാപ്രവർത്തനമോ എന്നുള്ളതാണ്. അതായത് ഇത്ര വലിയ ഒരു പ്രതിഷേധത്തെ ഇത്ര വലിയ രീതിയിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ ഇങ്ങനെ പെല്ലറ്റടക്കം ഉപയോഗിച്ച് അടിച്ചൊതുക്കിയിട്ട് അവർ ചോദിച്ചത് ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കരിങ്കൊടി പ്രകടനം നടത്തിയവരെ തെറ്റാണത്, അതിനകത്തൊരു സംശയം വേണ്ട. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു പോലീസ് അതിക്രമത്തെ അതിനുവേണ്ടി തുല്യം ചെയ്തുകൊണ്ടാണ് കേരള മോഡൽ രക്ഷാപ്രവർത്തനം എന്ന് ചോദിച്ച് ചർച്ച നടത്തിയ ചാനൽ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ അവരെല്ലാം പക്ഷേ പിന്നീട് അതിനുശേഷം ഈ ചർച്ച ഈ സമരം വിജയിച്ചപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ വക്താക്കൾ അത് അതിഗംഭീരമായി ഞങ്ങളാണ് ഈ ചർച്ച ഈ സമരത്തെ വിജയിപ്പിക്കാൻ പോലും ഞങ്ങളുടെ വലിയ ശ്രമം ഉണ്ടായിരുന്ന രീതിയിലൊക്കെ അവർ അത് അവകാശപ്പെട്ടേക്കാം. പക്ഷേ ബാർക്ക് റേറ്റിംഗ് കൂടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പരസ്യവും കൂടെ ഇറക്കിയാൽ അതെ, ഞങ്ങളാണ് ഈ സമരത്തിന്റെ വിജയശില്പികൾ. തീർച്ചയായും. പക്ഷേ ഇതൊന്നും ഈ പറയുന്ന പുതിയ തലമുറയ്ക്ക്, കാരണം അവർക്ക് ഈ നമ്പർ 1 ചാനലും നമ്പർ 2 ചാനലൊന്നും പുതിയ തലമുറയുടെ പ്രശ്നമല്ല. അവരുടെ ലോകം വേറെയാണ്. അവർ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ചങ്ങായിമാരുടെ ഫോട്ടോ കാട്ടിയപ്പോലും അവർക്കൊന്നും മനസ്സിലാവില്ല. ഇവരൊന്നും ബേബിയെ അധിക്ഷേപിച്ച വിദ്വാന്റെ ഫോട്ടോ കാട്ടിയാൽ ഇതാരാന്ന് ചോദിക്കും. അവരുടെ ഒരു അവരുടെ സ്പെക്ട്രത്തിലേക്ക് വരുന്നില്ല. കാരണം വെച്ചാൽ ഇവരൊന്നും അവരുടെ വിഷയമല്ല. കൺവെൻഷണൽ മീഡിയ, പുതിയ തലമുറ ജെൻസിക്ക് കൺവെൻഷണൽ മീഡിയ എന്താണെന്ന് പോലും അറിയില്ല. അടുത്ത ആൽഫ തലമുറകൾ വരുമ്പോഴത്തേക്കും വെറുതെ ഈ പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ പഴയ ഈ കണ്ണും കാതും കേൾക്കാത്ത ആൾക്കാർക്ക് മുന്നിലേക്ക് ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് ഈ നടപടികളൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങൾ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്, അതാണ് ഈ പ്രക്ഷോഭ വിജയം തുടർന്നുള്ള ഈ പറയുന്ന ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ നടപടികൾക്കും എതിരെയുള്ള ഇതിന് ഒരു ഗുണം കൂടിയുണ്ട്. നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ ഇത് ഈ പറഞ്ഞ ജെൻസിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമരം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരെ ഈ സമരത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ സമരത്തെ അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ജെൻസി കുട്ടികൾ രാവിലെ, പ്രത്യേകിച്ച് എൻ്റെ മോനൊക്കെ രാവിലെ പത്രം വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അവനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ വായിക്കുന്ന ആളല്ല, പക്ഷേ രാവിലെ പത്രം വായിക്കുന്നുണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ പത്രം ആദ്യ പേജ് വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നുണ്ട്. പണ്ട് ഈ ആദ്യ പേജ് മാത്രം വായിച്ച് അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജെൻസി രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അവർ രാഷ്ട്രീയം മനസ്സിലാക്കി വരുന്നു. അത് തന്നെയാണ് ഇവരെ പേടിപ്പിക്കുന്നതും. അടുത്ത ഘട്ടത്തിൽ എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇതേ ജെൻസി തന്നെയായിരിക്കും ഇങ്ങനെ പെട്രോളിനകത്ത് എഥനോൾ കലർത്തി നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു, അവനെ ഏറ്റവും വളരെ പെറ്റായിട്ട് കൊണ്ടു നടക്കുന്ന അവൻ്റെ വാഹനത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ക്രിയേറ്റീവ്. നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഈ രാജ്യത്തിന് മുമ്പാകെ കാട്ടിത്തരുന്നത്, അതായത് ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് എങ്കിൽ ഇന്ന് ഈ ബ്രാൻഡുകൾ നിൽക്കുന്നത് അതിൻ്റെ ഈ പറഞ്ഞ ഓൺലൈൻ റിവ്യൂകളിലാണ് എങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂകളിൽ ഈ സർക്കാർ വല്ലാതെ വലയാൻ പോകുന്നു. ഈ ജെൻസി, ഈ ഇന്നത്തെ യുവതലമുറ വളരെ ശക്തമായി തന്നെ റിവ്യൂവിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു പുതിയ സംവിധാനമായി മാറിയേക്കാം. അതിനൊരു ഉദാഹരണം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാതിരാത്രി 12 മണിക്ക് 11 മണിക്ക് ഒരു വീഡിയോ സന്ദേശം വിട്ടല്ലോ. അതിൻ്റെ താഴത്തുള്ള കമൻറ്റുകൾ വായിച്ചാൽ മതി.
അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ തന്നെ ഏതാണ്ട് കാര്യം മനസ്സിലാകും. ആ കമൻറ്റ് വായിച്ചാൽ അപ്പം തന്നെ ഈ കാണുന്ന ദൃശ്യത്തിൽ പറഞ്ഞത് ഇതിന് താഴെയുള്ള കമൻറ്റ് വായിച്ചാൽ അപ്പം തന്നെ BJP തീരുമാനിക്കും ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് അമ്മാതിരി കമൻറ്റുകളാണ് ഇതിൻ്റെ താഴത്ത് വന്നിട്ടുള്ളത്. അത് പുതിയ തലമുറയ്ക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പറയാനുള്ള വേദിയായി മാറിയിട്ടുണ്ട് ഇത്. അത് ഈ സർക്കാരിനോട് പറയാനുള്ള വേദിയായി മാറി ഈ പറയുന്ന സോഷ്യൽ മീഡിയ അതിനുള്ള ഒരു വേദിയായി മാറി. അത് വഴിവെച്ചത് ഈ സമരം തന്നെയാണ്. റൈറ്റ്. ഇവിടെ ശ്രീ ഗോപൻ, നമുക്ക് വളരെ വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ചർച്ചയിലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ ഈ സമരം ഭരണകൂടത്തിൻ്റെ കണ്ണു തുറക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. അതിന് തയ്യാറാണോ സന്നദ്ധരാണോ എന്നുള്ളത് വേറെ പ്രശ്നം. ഞാൻ അതിലേക്കല്ല വരുന്നത്. എല്ലാവർക്കും തിരിച്ചറിവുണ്ടാകണം എന്ന അത് മാധ്യമങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പൊതുപ്രവർത്തനത്തിലായാലും ഒക്കെ ഈ യുവജനതയെ സമീപിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വളരെ കൃത്യമായ തിരിച്ചറിവുണ്ടാകണം എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പൊരു ചോദ്യം ചോദിച്ചിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ ബ്ലോക്കിന് തിരിച്ചറിവുണ്ടാകുമോ? ഇത്ര വലിയ തോതിൽ ഒരു സർക്കാരിനെ തുറന്നു കാട്ടിയ ഈ മൂവ്മെൻറ്റിനെ പൊളിറ്റിക്കലി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മുന്നണിക്ക് CPIM അടക്കം പങ്കാളിയായിട്ടുള്ള സഹകരിക്കുന്ന ആ മുന്നണിക്ക് പാർലമെൻറ്റിനകത്തും പുറത്തും എത്രമാത്രം കഴിയണ്ടേ? കഴിഞ്ഞില്ലെങ്കിൽ ഈ ജനതയോട് കാട്ടുന്നൊരു വഞ്ചനയല്ലേ? ശ്രീ ശരത്ത്, ശ്രീ ജോർജ് ജോസഫ് സാറും ശ്രീ ലാൽ സാറും കുറെ മറ്റൊന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും ബേണിംഗ് ഇഷ്യൂസ് തന്നെയാണ് അത്. അതെല്ലാം നമ്മൾ ശരത്തിന്റെ ചോദ്യത്തിലും അത് വന്നിട്ടുണ്ട്. എനിക്ക് അതിലുള്ള ഒരു പ്രാഥമിക പ്രതികരണം എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യൗവനത്തിന്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് അവർ വളരെ സമഗ്രമായി അതിനെ സമീപിക്കുകയും അവർ ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രാജ്യം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കുക എന്ന ജോലി അവരുടെ മുമ്പിലില്ല. അതിനാണ് നമ്മൾ ഈ വർഗബഹുജന പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. സ്വന്തമായിട്ടൊരു കൂടുണ്ടാക്കി അതിനകത്ത് കയറിയിരുന്ന് താൻ പുറത്തിറങ്ങുമ്പോൾ റോഡിൽ തടസ്സം പാടില്ല, താൻ മാർക്കറ്റ് ചെല്ലുമ്പോൾ അവിടെ പ്രയാസം ഉണ്ടാവരുത്, തൻ്റെ ജീവിതം, തൻ്റെ സുരക്ഷ, തൻ്റെ വണ്ടി, തൻ്റെ ബന്ധുക്കൾ, തൻ്റെ മതിലകം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മധ്യവർഗക്കാരായ കേരളീയർ ഉൾപ്പെടെയുള്ളവർ മലർന്നു കിടന്ന് 3 പ്രാവശ്യം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇത് വെറുതെ കമന്റ് പറഞ്ഞതുകൊണ്ടും ആരെങ്കിലും ചെയ്യുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടോ അല്ലെ അതിൽ പ്രതികരിച്ചത് കൊണ്ടോ മാത്രമില്ല, മറിച്ച് ഓരോരുത്തരുടെയും പ്രശ്നത്തിൽ അവരവർ തന്നെ ഇറങ്ങി അവരവരുടെ മേഖലകളിലെ പ്രതികരണങ്ങളും അവരവരുടെ മേഖലകളിൽ ചെയ്യേണ്ടുന്ന ജോലിയും ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറയും. നമുക്ക് സ്വർഗവും നരകവും നമ്മൾ തന്നെയാണ് പണിയേണ്ടത് എന്നൊരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉയർത്തിയെടുക്കണം. അപ്പൊ ഏത് ഭരണാധികാരിയും വാലും ചുരുട്ടി ഓടും. അതിനുള്ള ആർജവം കാണിക്കാൻ ഇന്ത്യയിലെ കൃഷിക്കാര് അർദ്ധരാത്രി 10ാം ക്ലാസ് പരീക്ഷ നടക്കുമ്പോൾ ബോംബെയിൽ ചെന്ന് 150 കിലോമീറ്റർ നടന്ന കൃഷിക്കാരുണ്ടല്ലോ, ചെങ്കൊടിയും പിടിച്ചു. തൊട്ടടുത്ത ദിവസം 10ാം ക്ലാസ് പരീക്ഷയാണ്, ബോംബെ നാസിക്ക് യാത്ര. ആ 10ാം ക്ലാസ് പരീക്ഷ ഉള്ളത് കൊണ്ട് പകലിറങ്ങി നടന്നാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് പ്രയാസം ഉണ്ടാകുമെന്ന് കണ്ട് അർദ്ധരാത്രി ബോംബെയിലൂടെ നടന്നു നീങ്ങുകയും രാത്രി ഈ ഫ്ളാറ്റുകളിൽ കതകടച്ചിരുന്ന ആളുകൾ ഫ്രിഡ്ജിലെ ഭക്ഷണം എടുത്ത് റോഡിൽ കൊണ്ടുവന്ന് ആ മനുഷ്യർക്ക് വിതരണം ചെയ്യുകയും ചെയ്ത് ആ ഒരു ഐക്യബോധം ഉണ്ടല്ലോ. അപ്പൊ ഏത് ജനത ഇറങ്ങിയാലും അതിന്റെ പിറകിൽ മനുഷ്യരുണ്ടാവും സഹായിക്കാൻ. അല്ലാതെ കുറച്ച് മധ്യവർഗ ബുദ്ധിജീവികൾ മാറിയിരുന്ന് സ്ത്രീകളെ ആക്ഷേപിക്കുകയും ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മാത്രമല്ല നാട്ടിലുള്ളത് എന്നുള്ള ഒരു ശുഭകരമായ കാര്യം കൂടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് അക്കാര്യം സൂചിപ്പിക്കാനുള്ളത്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന തരത്തിൽ ഈ പ്രതിപക്ഷത്തെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ആം ആദ്മി പാർട്ടിയെ പൊളിക്കാൻ നടക്കുക, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മറ്റു കക്ഷികളെ പൊളിക്കാൻ നടക്കുക, അങ്ങനെ പരസ്പരം പൊളിക്കാനല്ല നടക്കേണ്ടത്. ഒരു പൊതുശത്രു ഉണ്ട് ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യയുടെ ദേശീയത മുതലെടുത്ത്, ഇന്ത്യയിലെ മതവിശ്വാസം മുതലെടുത്ത്, ഇന്ത്യയിലെ ആളുകളുടെ പൊതുബോധത്തെ മുതലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുശത്രുവിനെ മുൻനിർത്തി ഇന്ത്യയിലെ പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ട സമയമാണിത്. റൈറ്റ്. വലിയ തിരിച്ചറിവുകൾ, വലിയ രാഷ്ട്രീയ പാഠം രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ, ജനാധിപത്യപരമായ തന്നെ ഉള്ള മുന്നോട്ട് പോക്കിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വലിയ പോരാട്ട വിജയം. ആ വിജയം അതിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന വലിയ പ്രതിബന്ധങ്ങളുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും മോദി സർക്കാരിൻ്റെ ഈ സമീപനത്തിനെതിരായ അതിശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയരുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ എല്ലാവിധ സൂചനകളും ലക്ഷണങ്ങളും വളരെ ശക്തമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മോദി സർക്കാരിനെ സംബന്ധിച്ചും സംഘ് പരിവാറിനെ സംബന്ധിച്ചും ഒരുപോലെ
പ്രസക്തമാണ്, ഗൗരവമുള്ളതാണ്, ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ സമര വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിവിധ കാര്യങ്ങൾ പരിശോധിച്ചത്. 3 പേർക്കും വളരെയധികം നന്ദി.